Dear students, question paper discussion part 2 നമുക്ക് നോക്കാം. അതിൽ യൂണിറ്റ് 6, 7, 8, 9 and 10 കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷന്റെ ഈ യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിനെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So let's start. So the first unit is unit 6. Unit 6ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് compare similarities and dissimilarities of Kothari Commission, ആദിശേഷയ്യ കമ്മിറ്റി ആൻഡ് സർക്കാർ കമ്മിറ്റി. അപ്പോൾ ഇതിലെ ഈ കമ്മിറ്റീസിനെ കുറിച്ചുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, കൺക്ലൂഷൻ കൊടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോഡി വേണം. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷണൽ കമ്മീഷൻ എന്തിനാണ്, നീഡ് ഓഫ് എഡ്യൂക്കേഷണൽ കമ്മീഷൻ എന്തിനാണ് ഈ എഡ്യൂക്കേഷണൽ കമ്മീഷൻ എന്നുള്ള കാര്യം ഒരു 4-5 വരിയിൽ ചുരുക്കി എഴുതാം. അതായത് എഡ്യൂക്കേഷണൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ മോഡേണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യാൻ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു കമ്മീഷനാണ് എഡ്യൂക്കേഷണൽ കമ്മീഷൻ എന്നുള്ള തരത്തിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞാൽ കോത്താരി കമ്മീഷൻ എന്താണ്, അതായത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും കോത്താരി എന്ന് പറഞ്ഞ UGC ചെയർമാൻ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ വന്ന ഒരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയൊരു 5-6 പോയിന്റ്സ് ആക്കിയിട്ട് അതിലെഴുതാം. അതുപോലെ തന്നെ ആദിശേഷയ്യ കമ്മിറ്റീനെ കുറിച്ചും സർക്കാർ കമ്മിറ്റീനെ കുറിച്ചും ഇങ്ങനെ 1-2 പോയിന്റ് കാര്യമായിട്ടുള്ള പോയിന്റ്സ് ഓരോ ഹെഡിങ് ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് എഴുതി വെക്കാം. അത്രയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ കമ്മീഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ കോത്താരി കമ്മീഷൻ എന്താണ്, ആദിശേഷയ്യ കമ്മീഷൻ എന്താണ്, സർക്കാർ കമ്മിറ്റി എന്താണ് എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞാൽ സിമിലാരിറ്റീസ് ഓഫ് കോത്താരി കമ്മീഷൻ, ആദിശേഷയ്യ കമ്മിറ്റി ആൻഡ് സർക്കാർ കമ്മിറ്റി. അപ്പൊ സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയതുപോലെ ഇത് 3 എഡ്യൂക്കേഷണൽ കമ്മീഷൻ ആണ്. അതുപോലെ തന്നെ ഇത് നാഷണൽ ഇന്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യാൻ, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി നോക്കാൻ, അതിന്റെ ആക്സസ് അഫോർഡബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനുള്ള കമ്മീഷനാണ് എന്നുള്ള ഒരു തരത്തിലൊരു ചെറിയൊരു പാരഗ്രാഫിൽ എഴുതാനുള്ള സിമിലാരിറ്റിയെ ഇത് തമ്മിലുള്ളൂ. ഇനി നമുക്ക് ഡിസിമിലാരിറ്റീസ് ഓഫ് കോത്താരി കമ്മീഷൻ എന്നൊരു ഹെഡിങ് എഴുതിയിട്ട് നമുക്ക് നേരത്തെ നമ്മളൊരു കോളം ആക്കിയില്ല, അതുപോലെ കോത്താരി കമ്മീഷൻ, ആദിശേഷയ്യ കമ്മിറ്റി, സാച്ചാർ കമ്മിറ്റി എന്നുള്ള 3 കോളം ആക്കുക. അതിൽ നിങ്ങൾക്കറിയാം കൊണ്ടുവന്ന ആള് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു കോളത്തിൽ ഇവരെ 3 ആരൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന് എഴുതാം. പിന്നെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ്, ഇങ്ങനെയൊക്കെ ഓരോരോ ഹെഡിങ് ആയിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എഴുതി വെക്കുക എന്നുള്ളതാണ്. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഡിഫറെന്റ് ആണ്, അറിയാലോ. അപ്പൊ അങ്ങനെ ഓരോരോ കോളത്തിൽ എഴുതി വെക്കുക. ഇത്രയും ഇതിൽ കാര്യമായിട്ട് വേണ്ടു. കൺക്ലൂഷനിൽ പറയാം, ഇത് 3 എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ആണ്. ഇത് നമ്മുടെ നാഷണൽ ഇന്റഗ്രേഷന് വേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പേപ്പറിൽ കോത്താരി കമ്മീഷനും ആദിശേഷയ്യ കമ്മിറ്റിയും സർക്കാർ കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. എയിംസ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ പിന്നെ അതിന്റെ ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ്, ഇതിലൊക്കെ ഡിസിമിലാരിറ്റീസ് ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഫൗണ്ടർ, ഇത്രയും കാര്യങ്ങൾ മതി. ഇത്രയും ടോപ്പിക്സിൽ എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിസിമിലാരിറ്റി എന്ന് കണ്ടുപിടിച്ച് എഴുതുക. Second question, what is NCFTE? Its salient features, advantages of NCFTE. ഇത് നമ്മൾ ക്ലാസ്സിൽ പറയാത്തൊരു ടോപ്പിക്കാണ്, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല. നമുക്ക് നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നോക്കാം. Third question is, what is NCF? Trace out its salient features. What are the essential functions of NCF? ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണ് എന്നുള്ളത്. അപ്പോൾ കരിക്കുലം ഫ്രെയിംവർക്ക് എന്തിനാണ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതായത് ഇത് ഒരു പ്ലാൻ ആണ്, ഔട്ട്കമ്മും നമുക്ക് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പ്ലാൻ എന്താണ്, ഔട്ട്കംസ് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ആക്ഷൻ പ്ലാൻ എന്താണ്, അതൊക്കെയാണ് ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുന്നത് എന്ന് എഴുതാം.
അതുപോലെ തന്നെ NCERT ആണ് പൊതുവെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പുറത്തുവിടുന്നതെന്ന് എഴുതാം. പിന്നെ ഒരു രാഷ്ട്രത്തിന് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത് എന്നുള്ള കാര്യവും ഇൻട്രൊഡക്ഷനിൽ എഴുതാം. അപ്പോൾ അത് തന്നെയാണ് വാട്ട് ഈസ് NCF എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക, സാലിയൻ ഫീച്ചേഴ്സ് എന്നതൊക്കെയാണ് എന്നുള്ള തരത്തിൽ ആ പറഞ്ഞ പോയിന്റ്സിനെ ഒന്ന് വിശദീകരിച്ച് എഴുതുക. അത് കഴിഞ്ഞാൽ വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ്, എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് NCF. ഇതിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? NCFന്റെ എസെൻഷ്യൽ ഫങ്ഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ NCF എന്ന് പറഞ്ഞാൽ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. അതായത് നമ്മൾ ഒരു യുണീക്ക് അതായത് ഇന്റഗ്രേറ്റ് ആണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുക. പല സ്റ്റേറ്റിനും പല കരിക്കുലം ഫ്രെയിംവർക്ക് ആവുമ്പോൾ നമുക്ക് പലപ്പോഴും അടുത്ത സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരും. ആ ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്ക് അതെന്തോ നമ്മളെ ബാധിക്കുന്ന ഒരു സംസ്ഥാനം അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. നമ്മളും അവരും എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. പക്ഷെ നമുക്ക് ഒട്ടാകെ ഒരു നാഷണൽ കരിക്കുലം ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതാണ് ഇവിടെ മെയിൻ ഐഡിയ ആയിട്ട് എഴുതേണ്ടത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അതായത് ടൈംലി എഡ്യൂക്കേഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എസെൻഷ്യൽ ഫങ്ഷൻസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. കൺക്ലൂഷനിൽ ഇത് തന്നെ എഴുതാം. NCF എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. 4 NCF ഉണ്ടായിട്ടുണ്ട്. അതിൽ NCF 2005 അനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ നീങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി കമ്മീഷൻ. ഇൻ വാട്ട് വേസ് ദ കമ്മീഷൻ ബ്രോട്ട് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ടിൽ ഡേറ്റ്. ഇത് കോത്താരി കമ്മീഷൻ എന്താണ് എന്നുള്ള ഹെഡിങ്ങിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആരായിരുന്നു കോത്താരി കമ്മീഷൻ എങ്ങനെയാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോത്താരി കമ്മീഷൻ കൊടുക്കുക, റെക്കമെൻഡേഷൻ ഓഫ് കോത്താരി കമ്മീഷൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് എഡ്യൂക്കേഷനിൽ കോത്താരി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊരു ഹെഡിങ് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനെ മൊത്തമായിട്ട് സ്പാൻ ചെയ്തിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻസ് പറഞ്ഞ ഒരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. സ്കൂൾ എഡ്യൂക്കേഷനിൽ ടെക്നിക്കൽ, അഡൾട്ട്, ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് വേണ്ട ഹയർ എഡ്യൂക്കേഷൻ, എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷനെയും സ്പാൻ ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു. അപ്പം ഈ ഒരു കമ്മീഷൻ കാരണമാണ് ഇന്ന് നമ്മൾ ഈ ഒരു നിലയിൽ എഡ്യൂക്കേഷനെ മാറ്റിയെടുക്കാൻ സാധിച്ചത് എന്നുള്ള തരത്തിലാണ് ഇവിടെ കമ്മീഷൻ ബ്രോട്ട് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ടിൽ ഡേറ്റിൽ പറയേണ്ടത്. അതിൽ നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷനിൽ ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷനിലായാലും ഒരു കരിക്കുലം ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തി, അങ്ങനെയുള്ള നമുക്ക് ഇന്ന് കാണുന്ന നിലയിലുള്ള ഒരു വളർച്ചയിലേക്ക് എത്താൻ സഹായിച്ചു എന്നുള്ള തരത്തിലാണ് ഇവിടെ ഒരു ആൻസർ എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ കൺക്ലൂഷനിൽ ഇത് തന്നെ പറയാം, ഒരു എഡ്യൂക്കേഷനെ മൊത്തമായിട്ട് സ്പാൻ ചെയ്യുന്ന ഒരു കമ്മീഷനാണ്. മോഡേണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു ലക്ഷ്യം. അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെ കൺക്ലൂഷൻ ചെയ്യാം. ഇത്രയാണ് യൂണിറ്റ് 6-ലുള്ളത്. അതിൽ നമുക്ക് നോക്കാനുള്ളത് NCF-TE ആണ്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പൊ നോക്കാം. NCF-TE അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ. 2009 വന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ ആണിത്. അതായത് നമ്മൾ NCF നേരത്തെ പഠിച്ചു, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പഠിച്ചു. ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടി വന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെയാണ് NCF-TE എന്ന് പറയുന്നത്. 2009 ഇത് വന്നിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ ടീച്ചർ എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊക്കെ ഇപ്പൊ BEd പഠിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സസ്, BEd, MEd അങ്ങനെയുള്ള കോഴ്സസിനൊക്കെ ഇംപ്രൂവ് ചെയ്യുക, ടീച്ചർ എഡ്യൂക്കേഷനെ ഒരു സ്ട്രക്ചറലൈസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ 2009. അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമെയിൻ ആയിട്ടുള്ള, ഐഡിയൽ ആയിട്ടുള്ള, ഇന്നവേറ്റീവ് ആയിട്ടുള്ള
അഫക്ഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യലാണ്. അതായത് ഈ NCFTE വന്നിട്ടുള്ളത് തന്നെ NCTE ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വന്നിട്ടുള്ളത് തന്നെ NCF 2005 അതുപോലെ തന്നെ RTE 2009 കൂടിച്ചേർന്നുകൊണ്ടാണ്. ഈ NCF 2005 RTE 2009 ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, RTE 2009 നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009 ആണ്. അതിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കുട്ടികളെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫിസിക്കൽ ഹറാസ്മെന്റ്സും കുട്ടികളോട് കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അതിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഹ്യൂമെയിൻ ആയിട്ടുള്ള. പലപ്പോഴും നമ്മൾ പണ്ട് കാലത്തൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വടിയെടുത്ത് ഒരുപാട് കുട്ടികളെ അടിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഉള്ളതല്ല, ഹ്യൂമെയിൻ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഐഡിയൽ ആയിട്ട് ടീച്ചേഴ്സിനെ എല്ലാവരെയും ഐഡിയൽ ആയിട്ട് കൊണ്ടുവരിക. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് അഫക്ഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് NCFTEന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ NCTE ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഏതിന്റെയൊക്കെ ബേസിസിലാണ്? NCF 2005-ന്റെയും RTE 2009-ന്റെയും ബേസിസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യേറ്റ് ചെയ്തത് NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് NCFTEയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ടു പ്രൊഡ്യൂസ് ഗുഡ് ടീച്ചേഴ്സ്. ഇത് നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റിയ ഒബ്ജക്റ്റീവ് ആണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായാലും ടീച്ചറുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഗുഡ് ടീച്ചേഴ്സിനെ ഉണ്ടാക്കുക, അതൊക്കെ ആയിരിക്കും. സെക്കൻഡ് ഈസ് എലിജിബിലിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എന്ന് പറഞ്ഞാൽ 2 ഇയർ BEd കോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, 2 years ആണ്. ആ ഒരു മാറ്റം വന്നത് തന്നെ ഈ NCFTE 2009 കാരണം. അത്രയും നാള് 6 മാസത്തെ BEd കോഴ്സും 1 വർഷത്തെ BEd കോഴ്സും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് വന്നപ്പോഴേക്കും ഡ്യൂറേഷൻ അങ്ങോട്ട് കൂട്ടി. കാരണം ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഡ്യൂറേഷൻ കൂട്ടിയ ഇത് NCFTE 2009 പ്രകാരമാണ്. അത് മാത്രമല്ല, അതിനുള്ള എലിജിബിലിറ്റിയും ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് എലിജിബിലിറ്റി ഇന്നത് ഉണ്ടായാലും മാത്രമേ BEd നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആയതും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റ്. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഡെലിവറിയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ടീച്ചറുടെ ആ ഡെലിവറി ക്വാളിറ്റി ഉള്ള ഡെലിവറി ആക്കുക. മാത്രമല്ല ടീച്ചേഴ്സിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ടീച്ചറിന്റെ വർക്കിംഗ് അവേഴ്സ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ നടത്തിയത്. നെക്സ്റ്റ് ആണ് അഡാപ്റ്റബിൾ ആൻഡ് സ്യൂട്ടബിൾ ടീച്ചേഴ്സ്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, കൊറോണയൊക്കെ വന്നപ്പോഴേക്കും എല്ലാ ടീച്ചേഴ്സും ഇത്ര നാളും കമ്പ്യൂട്ടർ അറിയില്ല എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് പോലും കമ്പ്യൂട്ടർ പഠിച്ചു. അങ്ങനെ ഒരു അഡാപ്റ്റബിൾ ആയ നമ്മുടെ ഒരു ടീച്ചിങ് മെത്തേഡ്സിന് സ്യൂട്ടബിൾ ആയ, അല്ലെങ്കിൽ നമ്മുടെ ലോകം പോകുന്നതിനനുസരിച്ച് സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റബിൾ ആയ സ്യൂട്ടബിൾ ആയ ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക. അസസ്മെന്റ് മെത്തേഡ്സ് ചെയ്യാൻ പറ്റിയ ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്തതാണ് സൈക്കോളജിക്കൽ നോളജ് ഡെവലപ്മെന്റ്. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന BEd ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമ്മൾ ചൈൽഡ്ഹുഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിസ്ലെക്സിയ ഉണ്ടാവാം, ഡിസ്ഗ്രാഫിയ ഉണ്ടാവാം, അതുപോലെ തന്നെ അത് മാത്രമല്ല മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാം, കുട്ടികൾക്ക് സ്ലോ ലേണർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികളെ കാണുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, ഈ കുട്ടി പഠിക്കായിട്ടായിരിക്കില്ല, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു നോളജ് ടീച്ചർമാരിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് സൈക്കോളജിക്കൽ നോളജ്. ഇനി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ പഠിക്കുന്ന ഓരോ കോഴ്സസ് ആണ് ഈ പറയുന്നത്. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ നമ്മളെ കോഴ്സിൽ ഇൻകൾഗേറ്റ് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ
നമ്മൾ അങ്ങനെ ഒരു അതിന്റെ ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത്രയും നാൾ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, അതിൽ നിന്ന് മാറി ഇങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷനെ വ്യൂ ചെയ്യുന്നത് എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ക്ലിയർ കട്ട് നോളജ് ഉണ്ടാവും, എങ്ങനെ അതിനെ നമുക്ക് കൊണ്ടുപോകണമെന്നും മനസ്സിലാവും. നെക്സ്റ്റ് ഈസ് പെഡഗോജിക്കൽ നോളജ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സയൻസിനൊക്കെ ആണെങ്കിൽ പല റിസർച്ച് നടക്കുന്നതിന് പല ഡിഫറെന്റ് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് വരുന്നുണ്ട്. ഒരു സാധനത്തിന് തന്നെ അത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്ന് പണ്ട് പഠിച്ചത് തെറ്റാണെന്നുള്ളൊരു രൂപത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പെഡഗോജി എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നത് നോളജ് ടീച്ചറിൽ ഇൻകൾഗേറ്റ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കുറച്ച് കഴിയുമ്പോഴേക്ക് സ്കൂൾ സബ്ജക്ട്സിലുള്ള സയൻസിന്റെ സ്ട്രക്ചറേ മാറും, അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ സ്ട്രക്ചറേ മാറുമ്പോൾ ഈ പെഡഗോജിക്കൽ നോളജ് കൊണ്ട് ആ വിഷയത്തിനെ എങ്ങനെ കുട്ടികളിൽ എത്തിക്കാന്ന് ടീച്ചർക്ക് മനസ്സിലാവണം. ആൻഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ഗൈഡൻസ് അതുപോലെ കൗൺസിലിംഗ് സൗകര്യങ്ങളെല്ലാം ടീച്ചറുകൾ പഠിപ്പിക്കുക. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മാനസിക പിരിമുറുക്കം പഠിക്കാൻ അല്ലെങ്കിൽ എക്സാം ഫിയർ, അങ്ങനെ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ കൊറോണ സമയത്ത് തന്നെ എനിക്ക് ഫോണില്ല എന്നുള്ള ഇതുള്ള കുട്ടികൾ, അങ്ങനെ ആത്മഹത്യ ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ, ഇങ്ങനെ ഒരു മാനസിക പിരിമുറുക്കമുള്ള കുട്ടികൾക്ക് ടീച്ചേഴ്സിന് തന്നെ കൗൺസിൽ ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി ഗൈഡൻസ്, കൗൺസിലിംഗ് ഇതൊക്കെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കണം. നെക്സ്റ്റ് ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്. അതായത് കുട്ടികളെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ റീതിങ്കിങ് എന്നെല്ലാം പറയുന്നത്, റീകൺസ്ട്രക്ഷൻ എന്നെല്ലാം പറയുന്ന ഒരു വ്യൂ ആണ് നമ്മൾക്ക് ഇപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചുള്ളത്. അതായത് നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം കുട്ടികളുടെ ആയിട്ടുള്ളൊരു നോളജ് ഡെവലപ്പ് ചെയ്ത് വരണം. അങ്ങനെയുള്ളൊരു ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഒരു റോട്ട് ലേണിംഗ് അല്ല, മറിച്ച് ക്രിയേറ്റീവ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ലേണിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത്രയാണ് NCFTEന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. നമ്മളോട് ചോദിച്ചത് എന്താണ് NCFTE എന്നാണ്, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ NCFTEന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. ഒബ്ജക്റ്റീവ്സ് ഇത്രയാണ്. ഇനി നമുക്കൊന്ന് ഫീച്ചേഴ്സും കൂടെ കാണാം. ഫീച്ചേഴ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് തന്നെ അതിനെ നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റും അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രൊഡ്യൂസ് ഗുഡ് ടീച്ചേഴ്സ്, അതിന് പകരം നിങ്ങൾ എഴുതിയാൽ മതി പ്രൊഡ്യൂസ്ഡ് ഗുഡ് ടീച്ചേഴ്സ് എന്ന് എഴുതിയാൽ തന്നെ അത് അഡ്വാൻറ്റേജ് ആയി. അപ്പോൾ ഇതിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് എഴുതിയാൽ അഡ്വാൻറ്റേജ് ആയി. സോ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സിൽ ഫസ്റ്റ് പറയുന്നത് നീഡ്സ് ഓഫ് ചിൽഡ്രൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. നമ്മുടെ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ സ്ലോ ലേണർ ഉണ്ടാവും, അതുപോലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ചിൽഡ്രൻ ഉണ്ടാവും. അപ്പൊ അവരവരുടെ നീഡ്സിനനുസരിച്ച് ഒരു കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് കുട്ടീനെ പഠിപ്പിക്കാൻ ടീച്ചർക്ക് സാധിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഉണ്ട്, അതുപോലെ ഇൻക്ലൂസീവ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുട്ടി എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് കുട്ടീനെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് സാധിക്കണം. ആ ഒരു ഫീച്ചറാണ് ഇതിൽ ആദ്യമേ കൊണ്ടുവന്നത്. നീഡ് ഓഫ് ചിൽഡ്രൻ അനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി, ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു കരിക്കുലം, ഒരു ടീച്ചർ എഡ്യൂക്കേറ്റർ. നെക്സ്റ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. അതായത് ടീച്ചർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഇപ്പൊ കൊറോണ സാഹചര്യത്തിലെല്ലാം ടീച്ചേഴ്സൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ അറിയാത്ത ടീച്ചേഴ്സ് അടക്കം കമ്പ്യൂട്ടർ പഠിച്ചു. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഫീച്ചർ. നെക്സ്റ്റ് ഈസ് പ്രീ സർവീസ് ടീച്ചർ ട്രെയിനിങ്. ഈ പ്രീ സർവീസ് എന്ന് പറയുമ്പോൾ ടീച്ചർ ആവാൻ പഠിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് പ്രീ സർവീസ് ടീച്ചർ ട്രെയിനിങ്. അതായത് നമ്മൾ സ്റ്റുഡൻറ് ടീച്ചർ എന്നൊക്കെ പറയുന്ന നമ്മൾ അടങ്ങുന്ന വിഭാഗം.
ഇതിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രീ സർവീസിലൂടെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു ലെസണിനെ എങ്ങനെ പ്ലാൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രീ സർവീസിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യണം എന്നുള്ളതാണ്. വെറും തിയറി നോളജ് അല്ല, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് ഓറിയന്റഡ് നോളജ് അല്ല, മറിച്ച് കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു ക്ലാസ്സിന് ഒരു ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ലെസൺ പ്ലാൻ തയ്യാറാക്കാം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത പോയിന്റ് ആണ് ഇന്റേൺഷിപ്പ് ആൻഡ് അസസ്മെന്റ്. അതായത് നമ്മളിപ്പോ 3 month ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതാണ് ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പ് നടക്കുന്നുണ്ടോ, കൃത്യമായിട്ട് ആ കുട്ടി നടത്തുന്നുണ്ടോ, അതുപോലെ തന്നെ അതായത് സ്റ്റുഡന്റ് ടീച്ചർ നടത്തുന്നുണ്ടോ എന്ന് മാത്രമല്ല, അതിൽ നമ്മൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം നമുക്കൊരു മാർക്ക് തരും. അതായത് ഇവരെ അനലൈസ് ചെയ്തിട്ട് കുട്ടികളിൽ നിന്നും പിന്നെ അവിടെ പോയ ടീച്ചേഴ്സിൽ നിന്നുമൊക്കെ മാർക്ക് വാങ്ങിക്കാറുണ്ട് നമ്മൾ. അങ്ങനെയുള്ള അസസ്മെന്റ്, ഈ അസസ്മെന്റ് നമ്മുടെ മാർക്കിങ്ങിന് മാത്രമല്ല, നമുക്ക് മനസ്സിലാവും ആ ഒരു മാർക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര ശതമാനത്തോളം നമ്മള്, അതായത് സ്റ്റുഡന്റ് ടീച്ചർ ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു അസസ്മെന്റും കൂടെ ഇതിന്റെ കൂടെ ഇന്റേൺഷിപ്പിന്റെ കൂടെ നൽകണം എന്നുള്ളത്. അതിനെല്ലാം കൃത്യമായ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. അതായത് നമ്മളിപ്പം പഠിക്കുന്നത് തന്നെ ഫിസിക്കൽ സയൻസ് എന്നുള്ള തരത്തിലാണ്, അല്ലാണ്ട് കെമിസ്ട്രി അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി അങ്ങനെയുള്ള ഒരു തരത്തിലോ, അല്ലെങ്കിൽ മാത്സിൽ തന്നെ പിന്നെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ അങ്ങനെയുള്ളൊരു തരത്തിലല്ല നമ്മൾ പഠിക്കുന്നത്. മറിച്ച് മാത്സിനോ ബയോളജിനോ സുവോളജിനോ പറഞ്ഞിട്ടല്ലാണ്ട് എല്ലാം കൂടെ ഒന്നിച്ചൊരു ഫിസിക്കൽ സയൻസ് എന്നുള്ളൊരു അപ്രോച്ച്, അങ്ങനെയുള്ള ഒരു തരത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. ഫിസിക്കൽ സയൻസിൽ നമുക്കറിയാം ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അങ്ങനെ ലൈഫ് സയൻസിൽ അറിയാം ബയോളജിക്കൽ സയൻസിൽ സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. അങ്ങനെ പല സബ്ജക്റ്റുകളെയും പറ്റാവുന്ന സബ്ജക്റ്റുകളെയൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ലേണർ സ്റ്റഡി, contemporary study, learner study, contemporary study, educational study, pedagogy study and curriculum study. നിങ്ങൾക്കിത് നമ്മുടെ സബ്ജക്ട്സ് വെച്ചിട്ട് തന്നെ നോക്കാം. അതായത് നമ്മൾ ലേണർ സ്റ്റഡിയിലാണ് നമ്മൾ സ്റ്റുഡൻസ് എങ്ങനെയാണ്, സ്റ്റുഡന്റിന്റെ മനഃശാസ്ത്രം എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട് കണ്ടംപററി സ്റ്റഡി ആയിട്ട്. അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും പെഡഗോജിക്കൽ സ്റ്റഡി നടത്തുന്നുണ്ട്, കരിക്കുലം സ്റ്റഡി നടത്തുന്നുണ്ട്, ലേണിംഗ് അക്രോസ് ദ കരിക്കുലം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ ടോപ്പിക്കിലും വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ എല്ലാ ടോപ്പിക്കിലെയും സ്പാൻ ചെയ്തിട്ടുള്ള ഒരു പഠനം എന്നുള്ളൊരു ഫീച്ചറാണ് മറ്റൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓൺ ടീച്ചർ എഡ്യൂക്കേഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ നമുക്ക് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച്, ഫ്രെയിംവർക്ക് ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 കുറിച്ച് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എഴുതേണ്ടതുള്ളൂ. നിങ്ങളൊന്ന് സ്ട്രക്ചർ ചെയ്ത് നോക്കുക. അതിൽ ചോദിച്ചത് പിന്നെ NCFTE എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ്. അഡ്വാൻറ്റേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സിനെ തന്നെ തിരിച്ചെഴുതിയാൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറ്റാം. അതിനൊന്ന് കുറച്ചൊന്ന് ബ്രോഡ് ചെയ്ത് എഴുതാൻ മതി, വികസിപ്പിച്ച് എഴുതിയാൽ മതി. യൂണിറ്റ് 7 നമുക്ക് കാണാനുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ്, റൈറ്റ് എ ഡീറ്റെയിൽഡ് എസ്സേ ഓൺ എഡ്യൂക്കേഷണൽ പോളിസി മേക്കിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് ഫൈനാൻസിങ് തന്നെയാണ്. അതേ കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്, വേറെ ഒരു തരത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്തിനാണ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ്, അതുകൊണ്ട് തന്നെ ഡെമോക്രസിയുടെ ഒരു നിലനിൽപ്പിന് എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം എഡ്യൂക്കേഷന്റെ നീഡ് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കമ്പൽസറി ആയിട്ട് കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ
നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതാം ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് എഡ്യൂക്കേഷണൽ പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്ലാനിങ് എഴുതുക. അതിൽ എന്താണ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്നുള്ളൊരു 2-3 വാക്യത്തിൽ എഴുതുക. നമുക്കറിയുന്ന പോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് നേടേണ്ട ഗോൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതിനെ എങ്ങനെ നമ്മൾ നേടുന്നു എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ടാവും നമുക്ക്. അതൊക്കെ ഉള്ള ഒരു ടൈം ഫ്രെയിമും ആക്ഷൻ പ്ലാനും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവും ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് എഡ്യൂക്കേഷണൽ പ്ലാൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനെ കൊണ്ട് നമുക്ക് എന്താണ് നേടേണ്ടത്, എങ്ങനെ നേടണം, എത്ര സമയത്തിനുള്ളിൽ നേടണം എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ പ്ലാൻ. ആ ഒരു പ്രോസസ് ഓഫ് ഈ പ്ലാൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം അവിടെ എഴുതുക. പിന്നെ എന്തിനാണ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്, നീഡ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ഹെഡിങ് എഴുതിയിട്ട് എന്തിനാണ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്നുള്ള ആ ഒരു നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം വായിച്ചിട്ട് എഴുതാനേ ഉള്ളൂ. അതായത് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ കാര്യം തന്നെയാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പ്ലാനിങ്ങും പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്ലാനിങ് നന്നായാൽ മാത്രമേ സ്പെൻഡിങ് നന്നാവുള്ളൂ, അല്ലെങ്കിൽ ഫൈനാൻസിങ് നന്നാവുള്ളൂ, അല്ലെങ്കിൽ പലപ്പോഴും അഴിമതിയൊക്കെ ആയിപ്പോവും. അത് മാത്രമല്ല പിന്നെ അഡ്മിനിസ്ട്രേഷന് കൺവീനിയൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ എവാലുവേഷൻ, അതായത് പിന്നെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഇവാലുവേഷന് ഇത് സഹായിക്കും. അത് മാത്രമല്ല എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ്, ഒരു പ്ലാൻ ഉണ്ടായാൽ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമുക്കറിയാം ഇക്വാലിറ്റി, എഡ്യൂക്കേഷനിൽ ഒരു ഇക്വാലിറ്റി, ഒരു ഫീലിംഗ് എല്ലാം കൊണ്ടുവരാൻ ഇതുകൊണ്ട് സാധിക്കും. പിന്നെ വേസ്റ്റേജ് കുറക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നീഡിൽ എഴുതാം. പിന്നെയാണ് മൂന്നാമത്തേതായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്. നമ്മളോട് ചോദിച്ചത് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ആണ്. അതുകൊണ്ട് ആദ്യം എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്താണെന്ന് എഴുതി അതിന്റെ ഒരു സബ് ഹെഡിങ് ആയിട്ടാണ് നീഡ് എഴുതിയത്. അതിൽ തന്നെ ഒന്നാണ് സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എഴുതേണ്ടത് പിന്നെ ടൈം, എഫേർട്ട്, മണി ഇതൊക്കെ സേവ് ചെയ്യും. ജനറൽ പോയിന്റ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടീച്ചിങ് പ്രോസസ്സിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, വേസ്റ്റേജ് കുറക്കാൻ പറ്റും, ഇവാലുവേഷൻ മെത്തേഡ്സ് ഒക്കെ ഇതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവാലുവേഷൻ പ്രോപ്പർ ആവും. അങ്ങനെ ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ സഞ്ചരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മളൊരു പ്ലാന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സിഗ്നിഫിക്കൻസ് എല്ലാം ഇവിടെ ജനറൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന് ആ ഒരു നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് എന്നുള്ള ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോക്കിയാൽ തന്നെ ഇത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വലിയൊരു ഹെഡിങ് ആയിട്ട് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിന്റെ അണ്ടറിലാണ് നീഡ്സും എഴുതിയത്, സിഗ്നിഫിക്കൻസും എഴുതിയത്. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതുക എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ബഡ്ജറ്റിങ്. ഇപ്പോൾ ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പിന്നെ അത് പലതരം സോഴ്സസ് നിന്ന് നമുക്ക് എഡ്യൂക്കേഷന് ഫണ്ട് കിട്ടുന്നുണ്ട്. അതിനെയൊക്കെ ക്രോഡീകരിച്ചിട്ട് ഒരു പിന്നെ എഡ്യൂക്കേഷണൽ ബഡ്ജറ്റിംഗ് നടത്തേണ്ടത് വളരെ ആവശ്യകരമാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ നിർത്താം. എന്നിട്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് നമ്മൾ നടത്തുന്നത്, എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആ നമ്മുടെ ഹെഡിങ്ങിന്റെ അണ്ടറിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് പോയാൽ അതും എഴുതാൻ പറ്റും നമുക്ക്. അതായത് 2 ഹെഡിങ് ആണുള്ളത്, എഡ്യൂക്കേഷണൽ പ്ലാനിങ്, എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ്. അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ പോയിന്റ്സും ഒന്ന് വെറുതെ ഒന്ന് നോക്കി പോയാൽ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിൽ എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ്ങിന്റെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ബഡ്ജറ്റിംഗ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഫൈനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണത്. വേസ്റ്റേജ് കുറക്കും. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീ വളരെ കുറക്കും. പിന്നെ ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രാൻഡ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ 2 ഹെഡിങ് ആണ് എഴുതിയത്, എഡ്യൂക്കേഷണൽ പോളിസി മേക്കിംഗ്, എഡ്യൂക്കേഷണൽ ബഡ്ജറ്റിംഗ്.
ഇതിന്റെ അണ്ടറിൽ നീഡും എഴുതി സിഗ്നിഫിക്കൻസും എഴുതി. ഇനി ബഡ്ജറ്റിങ്ങിന്റെ അണ്ടറിലാണെങ്കിൽ നമ്മൾ എസെൻഷ്യൽസ് ഓഫ് എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് അല്ലെങ്കിൽ ബഡ്ജറ്റിങ്ങും എഴുതി. ഈ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം തന്നെയാണ് എഴുതിയത്. കൺക്ലൂഷനിൽ എഴുതുക എഡ്യൂക്കേഷണൽ പോളിസി മേക്കിങ്ങും ബഡ്ജറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെമോക്രസിയുടെ ഫംഗ്ഷനിങ്ങിന് എന്ന് പറഞ്ഞ് കൺക്ലൂഷൻ എഴുതുക. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽഡ് അബൌട്ട് ദ ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ്ങിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് എങ്ങനെയാണ് എന്ന് നോക്കുക. അതായത് പിന്നെ എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പല സോഴ്സസിൽ നിന്ന് നമുക്ക് എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ്ങിന്റെ അണ്ടറിൽ കുറച്ച് എഴുതുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് അത് എഴുതുക. ഇത്രയാണ് ഇതിൽ എഴുതാനുള്ളത്. അതിൽ കൺക്ലൂഷനിലായിട്ട് നമുക്ക് എഴുതാം ഇതേ കാര്യങ്ങൾ, നേരത്തെ എഴുതിയ അതേ കാര്യമാണ്. എഡ്യൂക്കേഷണൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ ഉന്നമനത്തിനും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനും വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞിട്ട് അത് നിർത്താം. അപ്പോൾ ഇതിനെല്ലാം ആ ഒരു നമ്മുടെ ചാപ്റ്ററിലെ ആ ഒരു ആദ്യത്തെ ഭാഗം 5 ഇയർ പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാഗം ഒന്ന് കൃത്യമായിട്ട് വായിച്ചാൽ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ഇൻ വാട്ട് വേസ് ദ പബ്ലിക് ആൻഡ് സ്റ്റുഡൻസ് ആർ ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വാട്ട് ഈസ് ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ്ങിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷനിൽ എന്താണ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് എന്താണ് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. പിന്നെ നമുക്ക് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് പേജ് നിറയ്ക്കാൻ വേണമെങ്കിൽ അതും കൂടി എഴുതാം. അപ്പോൾ ഇൻ വാട്ട് വേസ് പബ്ലിക് ആൻഡ് സ്റ്റുഡൻസ് ആർ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് ആൻഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് ഡ്യൂ ടു എഡ്യൂക്കേഷണൽ ഫണ്ടിങ് സിസ്റ്റം എന്നൊരു ഹെഡിങ് കൊടുക്കുക. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക പബ്ലിക്കിന് എന്തൊക്കെയാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അഴിമതി കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ അതിൽ എഴുതുക. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹെഡിങ് കൊടുക്കുക. സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കോളർഷിപ്പ്, ഗ്രാൻസ്, എയ്ഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഒരു സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നന്നായിട്ടുള്ളൊരു ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന്റെ കേസിലും എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് ആൻഡ് സ്റ്റുഡൻസ് ഡ്യൂ ടു ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഒറ്റ ഹെഡിങ്ങിൽ ഇതൊക്കെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. ലാസ്റ്റ് ചോദ്യമാണ് റൈറ്റ് ആൻ എസ്സേ ഓൺ 5 ഇയർ പ്ലാനിങ് ഇൻ കണക്ഷൻ വിത്ത് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് ഫൈനാൻസിങ് എന്നുള്ളത്. ഈ 3 ചോദ്യങ്ങളും നമുക്ക് ഈ ഒരു നമ്മുടെ 5 ഇയർ പ്ലാനിന് മുമ്പിലുള്ള ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാഠത്തിലെ മെയിൻ ടോപ്പിക് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്താണ്, എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ് എന്താണ്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇത് ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ, അതും കഴിഞ്ഞ തവണ ഓൺലൈൻ എക്സാമിൽ ചോദിച്ചത് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ പഠിക്കാൻ പറ്റുന്നവർ മാത്രം നോക്കിയിട്ട് പോവുക. അത് പിന്നെ വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കാൻ പറ്റുന്ന ഒരു ബോധമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് പോവുക. കാരണം ഒരുപാട് 12 5 ഇയർ പ്ലാൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് പോവുക. ഈ വീഡിയോയിൽ എന്തായാലും നമ്മളത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നെക്സ്റ്റ് യൂണിറ്റ് 8 ആണ്. അതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ബിറ്റ്വീൻ ടാഗോർ ആൻഡ് വിവേകാനന്ദ വ്യൂ ഓൺ എഡ്യൂക്കേഷൻ. ഇൻ വാട്ട് വേ ഈസ് ഇറ്റ് യൂസ്ഫുൾ ടു ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ആവുമ്പോൾ ലാംഗ്വേജ് പോളിസി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. Third question, explain the language policy of present education system. Compare thoughts of Swami Vivekananda and Tagore on the medium of instruction. ഈ ചാപ്റ്റർ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല.
ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ടാഗോറിന്റെ വ്യൂ ഓൺ എഡ്യൂക്കേഷൻ, വിവേകാനന്ദന്റെ വ്യൂ ഓൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിന്റെ വ്യൂ നമ്മൾ നേരത്തെ കണ്ടു. ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു വ്യൂ ആണ് മഹാത്മാഗാന്ധിന്റെ നെയ് താലിം സ്കീം എന്നൊക്കെ പറഞ്ഞ് യൂണിറ്റ് 5 വ്യക്തമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വാർധ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അണ്ടറിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ഇതാണ് ഗാന്ധിജിയുടെ വ്യൂ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതും ഈ ചാപ്റ്ററിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങളും പിന്നെ ലാംഗ്വേജ് പോളിസി പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലും എന്തായിരുന്നു ലാംഗ്വേജ് പോളിസി, ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗാന്ധിജിന്റെ വ്യൂ ഓൺ എഡ്യൂക്കേഷൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടാഗോറിന്റെയും വിവേകാനന്ദന്റെയും കാണാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആദ്യം വ്യൂ ഓൺ എഡ്യൂക്കേഷൻ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഒരു 2-3 ലൈനിൽ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാം. എഡ്യൂക്കേഷൻ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്, അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു മുമ്പ് തന്നെ ടാഗോറും വിവേകാനന്ദനും ഒക്കെ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് ഇന്ത്യൻ നാഷണലിസ്റ്റുകൾ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് വ്യൂ നൽകിയിട്ടുണ്ട്. ഇതിൽ ടാഗോറിന്റെയും വിവേകാനന്ദന്റെയും വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് വ്യൂ ഓഫ് ടാഗോർ ഓൺ എഡ്യൂക്കേഷൻ എന്ന് ഒരു സബ് ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടാഗോറിന്റെ എന്തായിരുന്നു എന്നുള്ളത് എഴുതുക. വിവേകാനന്ദാസ് വ്യൂ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത താഴെ അദ്ദേഹത്തിന്റെ വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് എഴുതുക. ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു കമ്പാരിസൺ ചോദിച്ചാൽ എഴുതണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നേരത്തെ എഴുതിയതുപോലെ തന്നെ കോളം ആക്കിയിട്ട് വിവേകാനന്ദ അതുപോലെ തന്നെ ടാഗോർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കണ്ടുപിടിച്ച് അതിനെ കോളം വൈസ് എഴുതുകയും ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ ഈസ് ഇറ്റ് യൂസ്ഫുൾ ടു ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ടാഗോറിൻ്റെയിലാണെങ്കിൽ അദ്ദേഹം ഡാൻസ്, ഡ്രാമ പോലുള്ള ഹിസ്റ്ററിക്ക്, അതുപോലെ തന്നെ മദർ ടങ്ങില് പ്രൈമറിയില്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ മദർ ടങ്ങിന് പ്രാധാന്യം കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ അത് എങ്ങനെയാണെന്നുള്ളത് അതൊന്ന് നിങ്ങൾ സൊസൈറ്റി ആയിട്ട് ഒത്തുചേർന്ന് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാർട്ട് വിട്ടുപോകാൻ പാടില്ല. എന്താണ് ഇൻ വാട്ട് വേ ഈസ് ഇറ്റ് യൂസ്ഫുൾ ടു ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളത് ഒരു മിനിമം ഒരു 2 പാരഗ്രാഫെങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു പാർട്ട് വിട്ട് കളയാൻ പാടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ലാംഗ്വേജ് പോളിസി ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. അത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇനി അടുത്ത സ്ലൈഡിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. പിന്നെ ലാംഗ്വേജ് പോളിസി ഓഫ് പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കമ്പയർ ദ തോട്ട്സ് ഓഫ് സ്വാമി വിവേകാനന്ദ ആൻഡ് ടാഗോർ ഓൺ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുക, എന്താണ് ലാംഗ്വേജ് പോളിസി, അതിന്റെ നീഡ് എന്താണ് എന്നുള്ളതാണ് നമ്മളെ ഇൻട്രൊഡക്ഷൻ. ലാംഗ്വേജ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു പ്ലാനിങ് ആണ്. ലാംഗ്വേജ് പ്ലാനിങ് അല്ലെങ്കിൽ ലാംഗ്വേജ് പോളിസി ഫോർമുലേഷൻ എന്നെല്ലാം പറയുന്നത് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ നടത്തേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്ലാനിങ് ആണ്. ആക്ഷൻ ഒക്കെ പ്ലാൻ ചെയ്തെടുക്കുന്നതിനെയാണ് ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത്. അതിന്റെ നീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏതാണ്ട് 1500-ലധികം ഡയലക്ട്സ് ഇപ്പൊ നിലവിൽ ഉണ്ട്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ആ അത്രയും ലാംഗ്വേജസിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആക്കാൻ സാധിക്കില്ല, എഡ്യൂക്കേഷൻ അവൈലബിൾ ആക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല പല സ്ഥലത്തും പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ കൺട്രിയാണ്. ആ ഒരു ചെറിയ കൺട്രിയിൽ 1500ഓളം ഭാഷകളിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്ത് എഡ്യൂക്കേഷൻ നേടി പല സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ പല ലാംഗ്വേജസ് വേറെ പഠിക്കേണ്ടി വരും, അതിലുള്ള വാക്കുകൾ വേറെ പഠിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പ്രശ്നം കാരണം ഒരു ലാംഗ്വേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. എന്താണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ ലാംഗ്വേജ് പോളിസിയിൽ പറയേണ്ടത് ഇങ്ങനെ ഇത്രയും 1500-ലധികം ലാംഗ്വേജുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു ലാംഗ്വേജ് കണ്ടുപിടിച്ച് അത് ഇന്ത്യയിൽ ഒട്ടാകെ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു
പ്ലാൻ ചെയ്യാൻ ഏതൊക്കെ മീഡിയം ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായി വന്നു എന്നുള്ള തരത്തിലാണ് ലാംഗ്വേജ് പോളിസിയിൽ നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ ലാംഗ്വേജ് പോളിസി എന്ന് പറയുമ്പോൾ എന്താണെന്ന് എഴുതി, അതായത് ഗവൺമെന്റ് നമ്മുടെ ഇവിടെയുള്ള ലാംഗ്വേജസിനെ എങ്ങനെയെങ്കിലും റെഗുലേറ്റ് ചെയ്ത് അത് ഏതൊക്കെ എഡ്യൂക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോർട്ടുകളിൽ എന്ത് യൂസ് ചെയ്യാം, ലെജിസ്ലേഷൻസിൽ എന്ത് യൂസ് ചെയ്യാം, പോളിസി ഡോക്യുമെന്റ്സിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെയുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇതാണ് ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത്. അത്രയും എഴുതുക. പിന്നെ അത് വളരെ അത്യാവശ്യമാണ് ഇന്ത്യയിൽ, കാരണം 1500-ലധികം ഡയലക്ട്സ് ഇന്ത്യയിൽ ഇപ്പം നിലവിലുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് മെനി ലാംഗ്വേജസ് ആണ് ഇന്ത്യയിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ലാംഗ്വേജ് പോളിസി ആ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ സെക്കൻഡ് പാർട്ടായിട്ട്, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലുള്ള ലാംഗ്വേജ് പോളിസി എന്താണ് എന്ന് എഴുതുകയാണ് വേണ്ടത്. അത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബോഡി പിന്നീട് നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ അതേപോലെയാണ് ചോദിച്ചത്, ലാംഗ്വേജ് പോളിസി ഓഫ് പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ നമുക്ക് ലാംഗ്വേജ് പോളിസി എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ എവിടെയും കൊടുക്കാം. അപ്പൊ പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ലാംഗ്വേജ് പോളിസി എന്ന് പറഞ്ഞ സെക്കൻഡ് ഹെഡിങ് കൊടുക്കാം. അതിൽ പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ലാംഗ്വേജ് പോളിസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 3 ലാംഗ്വേജ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മദർ ടങ്, അതുകൂടാതെ എന്തെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് പ്ലസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്, അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ തമിഴ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് 3 ലാംഗ്വേജ് ഫോർമുലയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനില്. ഇനി നമ്മുടെ കോർട്ടിലായാൽ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത്. ലെജിസ്ലേഷൻസിലായാൽ സെൻട്രൽ ലെജിസ്ലേഷൻസിലായാൽ നമ്മൾ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, ഹിന്ദിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് കേരളത്തിലാണെങ്കിൽ മലയാളമാണ്, അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴാണ്. അങ്ങനെ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട്, സ്റ്റേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അങ്ങനെ ലാംഗ്വേജ് പോളിസി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 3 ലാംഗ്വേജ് ഫോർമുലയാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ മതി. ഇതിൽ ഒരു പാരഗ്രാഫ് എഴുതുക, അതായത് 3 ലാംഗ്വേജ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മുടെ മദർ ടങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ എഴുതുക. പിന്നെ സെക്കൻഡ് ചോദ്യം എന്ന് പറയുന്നത് കമ്പയർ ദ തോട്ട്സ് ഓഫ് സ്വാമി വിവേകാനന്ദ ആൻഡ് ടാഗോർ ഓൺ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 ചോദ്യത്തിന്റെ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ നമുക്കറിയാം. എഡ്യൂക്കേഷനിൽ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. നമ്മൾ ആ ഒരു പ്രൈമറി സ്റ്റേജിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മദർ ടങ് ആക്കി വെക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു കൺക്ലൂഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കേസിൽ. ഇനി ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഇതിൽ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ യൂണിറ്റ് 8 ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് ടാഗോറിന്റെ വ്യൂ കാണണം, വിവേകാനന്ദന്റെ വ്യൂ കാണണം, അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ലാംഗ്വേജ് പോളിസി എന്തായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന ലാംഗ്വേജ് പോളിസി എന്താണ്. ഈ 3 ക്വസ്റ്റ്യൻസിന്റെ ബോഡി നമ്മൾക്ക് കാണാനുണ്ട്. ഫസ്റ്റ് വൺ, രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വ്യൂ ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് 2-3 സെന്റൻസുകളിൽ എഴുതാൻ സാധിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ബംഗാളിയാണ്. ബംഗാളിലാണ് ജനിച്ചത്. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ മകനായിട്ട് ബംഗാളിൽ ജനിച്ചതാണ്. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പോയിട്ടൊന്നും പഠിച്ചതല്ല, ഹോം ട്യൂഷൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അധ്യാപകൻ വന്ന് പഠിപ്പിക്കുന്ന ഒരു സൗകര്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹോം ട്യൂഷനിലൂടെ വളർന്ന ഒരു വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. പിന്നെ അദ്ദേഹത്തിന്റെ ഹയർ സ്റ്റഡീസിന് അദ്ദേഹം ലണ്ടനിലാണ് ഹയർ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുള്ളത്. ലണ്ടനിൽ പോയി ഹയർ സ്റ്റഡീസ് നടത്തി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇത്രയും അതുപോലെ തന്നെ ശാന്തിനികേതൻ, വിശ്വഭാരതി പോലുള്ള കലാലയങ്ങളുടെയൊക്കെ ഫൗണ്ടേഷന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ശാന്തിനികേതൻ, അതുപോലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, ഇതിന്റെയൊക്കെ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച മഹത് വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പൊ ഇതില് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് എഴുതാന്ന് ചോദിച്ചാൽ
അതിനെക്കുറിച്ച് എഴുതണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ രവീന്ദ്രനാഥ ടാഗോർ ആരാണെന്നുള്ളത് ഇതൊക്കെ നമുക്ക് ഓർമ്മ നിൽക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ഒക്കെ എഴുതാം. രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് അറിയുന്ന പോയിന്റ്സ് ഒക്കെ എഴുതാം. നമുക്ക് വേണമെങ്കിൽ നാഷണൽ ആന്തം അദ്ദേഹത്തിന്റെയാണ്, നമ്മുടെ നാഷണൽ ആന്തം എഴുതിയത് അദ്ദേഹമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേജ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് വേണം എഴുതി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനിലുള്ള വ്യൂ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ലെസൺസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. അതായത് ക്രിയേറ്റിവിറ്റിയിലൂന്നിയ ലെസൺസ് ആയിരിക്കണം, അല്ലാണ്ട് അടച്ചിട്ട മുറികളിൽ പഠിപ്പിക്കുന്ന ഒരു റോട്ട് ലേണിംഗ് മെത്തേഡ് അല്ല. നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് പഠിക്കുന്ന ഒരു സംരംഭമായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹത്തിന്റെ വ്യൂ. ക്രിയേറ്റിവിറ്റി എന്നുള്ള ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെസൺ ഷുഡ് ബി ബേസ്ഡ് ഓൺ ക്രിയേറ്റിവിറ്റി. സെക്കൻഡ് പോയിന്റ്, ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു സയൻസ്. ഈ നമുക്ക് പ്രൈമറി ലെവൽ ഉണ്ടാവും, ഹയർ ലെവൽ ഉണ്ടാവും. ഹയർ ലെവൽ ആകുമ്പോഴേക്ക് പ്രൈമറി ലെവലിൽ നമുക്ക് മദർ ടങ്ങിലാണ് വിദ്യാഭ്യാസം വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹയർ ലെവലിൽ പോകുമ്പോഴേക്ക് സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതായത് നമ്മൾ പൊതുവെ ഇന്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു ജനതയായിരുന്നു. ഇപ്പൊ സതി പോലുള്ള അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതൊക്കെ മാറണമെങ്കിൽ സയന്റിഫിക് എഡ്യൂക്കേഷനിൽ ഊന്നൽ നൽകണം എന്നുള്ളതായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിന്റെ വ്യൂ. സോ അറ്റ് ഹയർ ലെവൽസ് ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു സയൻസ്. നെക്സ്റ്റ് ആണ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ബൈ ഓൾ. അതായത് കൾച്ചർ, ഹിസ്റ്ററി, നമ്മുടെ കൾച്ചർ അതുപോലെ തന്നെ നമ്മുടെ ചരിത്രമൊക്കെ എല്ലാവരും പഠിക്കണം. ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാവരും ഇന്ത്യയുടെ കൾച്ചറും ഹിസ്റ്ററിയും പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യ എന്നൊരു നേഷണൽ വികാരം നമ്മളുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൾച്ചറിനോടുള്ള ഒരു സ്നേഹം, നമുക്കൊരു ഐഡന്റിറ്റി ഒക്കെ വളർത്തിയെടുക്കണമെങ്കിൽ കൾച്ചർ, ഹിസ്റ്ററി എല്ലാം എല്ലാവരും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു വ്യൂ ആയിരുന്നു ടാഗോറിന്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി സ്റ്റേജിൽ മദർ ടങ് തന്നെ ആയിരിക്കണം എന്നാണ് ടാഗോർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രൈമറി സ്റ്റേജിൽ മദർ ടങ്ങിലൂടെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുക. ഹയർ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ചോയ്സ് എടുക്കാം. അതായത് പിന്നെ ഏത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിലൂടെ നമുക്ക് എഡ്യൂക്കേഷൻ വേണമെന്ന് ഹയർ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോയ്സ് ഉണ്ട്. ഇംഗ്ലീഷ് വേണോ, ഹിന്ദി വേണോ, അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ങിലുള്ള ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജിൽ ഉള്ളത് വേണോ എന്നൊക്കെ നമുക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് ഈ ഡാൻസ്, പെയിന്റിങ്, അതുപോലെ തന്നെ ഡ്രാമ, പിന്നെ കളറിങ്, അതുപോലെ ഡ്രോയിങ്, ഇങ്ങനത്തെയുള്ള സ്കിൽസ് ഒക്കെ ഈ എഡ്യൂക്കേഷന്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ വെറും നോളജ് ഡെവലപ്മെന്റ് മാത്രമല്ല, സ്കിൽ ഡെവലപ്മെന്റ്, ഇതുപോലുള്ള സ്കില്ലുകളുടെ ഡെവലപ്മെന്റ് കൂടെയാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ ഇൻ നാച്ചുറൽ സെറ്റപ്പ്. അതായത് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഹോം ട്യൂഷൻ ആയിരുന്നു, ഒരു 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ട ഒരു വിദ്യാഭ്യാസമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ പുറത്ത്, അതായത് നേച്ചുറൽ സെറ്റപ്പിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ളത്. അതായത് നമ്മൾ പുറത്ത് വായുവൊക്കെ ശ്വസിച്ച് നല്ലൊരു നേച്ചുറൽ സെറ്റപ്പിലാണ് വിദ്യാഭ്യാസം വേണ്ടത്, അല്ലാണ്ട് അടച്ചിട്ട മുറികളിലല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ടാഗോറിനുള്ളത്. പിന്നെ പ്രൈമറി ലെവലിലാണെങ്കിൽ എല്ലാവർക്കും ഒരേ തരം വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. ഇനി ഹയർ സ്റ്റേജസിൽ എത്തുമ്പോഴേക്ക് നമുക്ക് ഏതെങ്കിലും ഫീൽഡിലേക്ക് ചൂസ് ചെയ്യാം. നമുക്ക് സയൻസ് വേണോ, ആർട്ട് വേണോ, ഡ്രാമ വേണോ, ലിറ്ററേച്ചർ വേണോ എന്നുള്ള ആ ഒരു ചോയ്സ് ഹയർ സ്റ്റേജസിൽ നമുക്ക് എടുക്കാം. പിന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യാനുള്ളതായിരിക്കണം. അതായത് പിന്നെ ഒരാൾ മോശം മറ്റേയാൾ നല്ലത് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അല്ല, ഓൾ ആർ ഈക്വൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഈ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം. അതായത് ഇംഗ്ലീഷിനും അതുപോലെ തന്നെ നമ്മളെ ഓറിയന്റൽ ലാംഗ്വേജസിന്, ഹിന്ദിക്ക് അല്ലെങ്കിൽ മദർ ടങ്ങിനൊക്കെ സെയിം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാവരും ഒരുപോലെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനാണ് വിദ്യാഭ്യാസം ശ്രമിക്കേണ്ടത്.
അതുപോലെ നമ്മുടെ ഓറിയന്റൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ഹിന്ദി, ബംഗാളി, ചൈനീസ് ഒക്കെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ശാന്തിനികേതനും വിശ്വഭാരതിയും ഒക്കെ അദ്ദേഹം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി, ബംഗാളി, ചൈനീസ് പോലുള്ള ഓറിയന്റൽ ലാംഗ്വേജും അതുപോലെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ പോലുള്ള നമ്മുടെ വെസ്റ്റേൺ ലാംഗ്വേജസും ശാന്തിനികേതനിലൊക്കെ കൊണ്ടുവരാൻ, അതിൻ്റെ ഒക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സോ രവീന്ദ്രനാഥ ടാഗോറിന്റെ വ്യൂ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. എഡ്യൂക്കേഷന്റെ വ്യൂ. ഇനി ലാംഗ്വേജിനെ കുറിച്ചുള്ളത് ചോദിക്കുമ്പോൾ പ്രൈമറി സ്റ്റേജിൽ മദർ ടങ്, ഹയർ സ്റ്റേജിൽ നിങ്ങളുടെ ചോയ്സിന് അനുസരിച്ചുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ ലാംഗ്വേജിലുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ ഈ ഒരു രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ള ഒരു പാർട്ടിൽ കാര്യമായിട്ട് കാണാനുള്ളത്. ഇനി നമുക്ക് സ്വാമി വിവേകാനന്ദന്റെ വ്യൂ നോക്കാം. അപ്പോൾ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ അതിനെ കമ്പയർ ചെയ്യാണല്ലോ ഉള്ളത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ വ്യൂ എഴുതുക, അത് കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദന്റെ വ്യൂ എഴുതുക. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 1863 ആണ് ജനിച്ചത്. ആദ്യകാല നാമം എന്ന് പറയുന്നത് നരേന്ദ്രദത്ത എന്നാണ്, അല്ലെങ്കിൽ നരേന്ദ്രൻ. പിന്നെ അദ്ദേഹം ഒരു മോട്ടിവേറ്റർ ആണ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ലീഡർ ആണ്. അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ അത് വളരെ മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന സ്പീച്ചുകളാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളാകട്ടെ, അദ്ദേഹത്തിന്റെ ബുക്സ് ആകട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കോട്ട്സ് എല്ലാം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതാണ്. സോ ഹീസ് എ മോട്ടിവേറ്റർ ആൻഡ് എ സ്പിരിച്വൽ ലീഡർ. പിന്നെ രാമകൃഷ്ണ മിഷന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം. ഇത്രയാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയെങ്കിൽ അത് ഇൻട്രൊഡക്ഷനിൽ എഴുതി വെക്കാവുന്നതാണ്. പിന്നെ സ്വാമി വിവേകാനന്ദന്റെ വ്യൂ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ നമ്മൾ കണ്ടു ഗാന്ധിജിൻ്റെത് നേരത്തെ യൂണിറ്റ് 5 കണ്ടു, ഇപ്പൊ ടാഗോറിൻ്റെതും കണ്ടു. ഗാന്ധിജി പറയുന്നത് ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണം, ഇങ്ങനെ ആവണം കരിക്കുലം എന്നുള്ളൊരു വ്യൂ ആണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അതായത് പിന്നെ നമ്മള് പ്രൈമറി സ്റ്റേജിൽ ഇന്ന് ചെയ്യണം, സെക്കൻഡറി സ്റ്റേജിൽ ഇന്ന് ചെയ്യണം എന്നുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവും കരിക്കുലം പ്ലാനും ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിനെ നോക്കിയാൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. ഈ സ്വാമി വിവേകാനന്ദനെ നോക്കിയാൽ അദ്ദേഹം എങ്ങനെയാണ് കരിക്കുലം ഉണ്ടാവേണ്ടത് എന്ന്, അതായത് എങ്ങനെ ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് വെറുതെ പറയുകയല്ലാണ്ട് ഇങ്ങനെ ആയിരിക്കണം കരിക്കുലം, ഇന്ന സ്റ്റേജിൽ ഇന്നത് ചെയ്യണം, അങ്ങനെ ഒരു ഡെഫിനേഷൻ ഒന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല. അദ്ദേഹം ജസ്റ്റ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്, സ്വാമി വിവേകാനന്ദൻ നൽകിയിട്ടുള്ളത്. സോ എന്ത് കരിക്കുലം ഷുഡ് ബി എന്തായിരിക്കണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജും വൊക്കേഷണൽ സ്കിൽസും ഇമ്പാർട്ട് ചെയ്യാൻ എഡ്യൂക്കേഷന് സാധിക്കണം. വെറും നോളജ് ആയാൽ അതൊരു എഡ്യൂക്കേഷൻ ആവില്ല. കൂട്ടത്തിൽ വൊക്കേഷണൽ സ്കിൽസ് കൂടെ അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ വ്യൂ. അത് മാത്രമല്ല നമ്മള് ഓവറോൾ പേഴ്സണൽ ഡെവലപ്മെന്റിനായിരിക്കണം ഊന്നൽ കൊടുക്കേണ്ടത്, അല്ലാണ്ട് വെറും നോളജ് ഗെയിനിങ്ങിനല്ല. അതുപോലെ തന്നെ നമുക്ക് ഓറിയന്റൽ സബ്ജക്റ്റിലും വെസ്റ്റേൺ സബ്ജക്റ്റിലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഓറിയന്റൽ സബ്ജക്റ്റിലും പ്രാവീണ്യം നേടാം, വെസ്റ്റേൺ സബ്ജക്ട്സിലും പ്രാവീണ്യം നേടാം എന്നുള്ള തരത്തിലാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാ ക്യാമ്പസിലും വൊക്കേഷണൽ ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടാവുക. ഈ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ആവാം, അഗ്രികൾച്ചർ ആവാം. അതായത് എല്ലാ ക്യാമ്പസിലും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റിയും അഗ്രികൾച്ചറൽ ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റി, അഗ്രികൾച്ചറൽ ഫാം റിലേറ്റഡ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവണം എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ വ്യൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് പ്രൈമറി എഡ്യൂക്കേഷനും ടെക്സ്റ്റ് ബുക്കും ഒക്കെ മദർ ടങ്ങിലായിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു വ്യൂ ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലീഷ് മൈറ്റ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് ഹയർ ലെവൽസ്. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഹയർ ലെവൽസിലാവുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് സ്വീകരിക്കാൻ പറ്റിയതാണ് എന്നാണ് സ്വാമി വിവേകാനന്ദന്റെയും കാഴ്ചപ്പാട്. ഈ പറഞ്ഞ സ്വാമി വിവേകാനന്ദനായാലും ടാഗോർ ആയാലും ഒക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ
ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നതുകൂടെ നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പൊ ഇത്രയാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയാനുള്ളത്. രവീന്ദ്രനാഥ ടാഗോറിനെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് ആണ് 8th ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ് ലാംഗ്വേജ് പോളിസി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലാംഗ്വേജ് പോളിസി എന്താണെന്ന് കണ്ടു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന ലാംഗ്വേജ് പോളിസി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് 17. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ആർട്ടിക്കിൾസ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, പാർട്സ് ഉണ്ട്. അതില് എത്ര പാർട്സ് ഉണ്ട്? ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റ് നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് ഇതിലേക്ക് കടക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ആണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത്. അതിൽ 299 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിന്റെ ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ. ഇദ്ദേഹമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ അതിൽ 395 ആർട്ടിക്കിൾ, 22 പാർട്ട്, 8 ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത്. 395 ആർട്ടിക്കിൾ, 22 പാർട്ട്, 8 ഷെഡ്യൂള്. ഇപ്പോൾ അതായത് 2021 നമുക്ക് 448 ആർട്ടിക്കിളും 25 പാർട്ടും 12 ഷെഡ്യൂളും ഉണ്ട്. ഈ 25 പാർട്ടുകളിൽ 17ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് പോളിസിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 343 മുതൽ 351 വരെയുള്ള നമ്പറുള്ള ആർട്ടിക്കിൾ ആണുള്ളത്. പാർട്ട് 17. ഈ പാർട്ട് പറയുന്നത് ലാംഗ്വേജ് പോളിസി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഇനി ഈ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആണ് ഫോം ചെയ്തത്. BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇത് എഴുതി തയ്യാറാക്കിയത് എന്ന് പറഞ്ഞു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 26 നവംബർ 1949 അത് നിലവിൽ വന്നത് 26 ജനുവരി 1950 അതുപോലെ നമ്മൾ പറഞ്ഞു 12 ഷെഡ്യൂൾസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ. ഈ ഷെഡ്യൂൾ 8 22 ഒഫീഷ്യൽ ലാംഗ്വേജസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ലാംഗ്വേജ് പോളിസി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ പാർട്ട് 17 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 343 to 351, deals with language policy in Indian Constitution. Also, Schedule 8 of the Indian Constitution recognizes 22 official languages in India. ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ പറഞ്ഞു 343 മുതൽ 351 വരെ പാർട്ട് 17 ഈ ആർട്ടിക്കിൾ മൊത്തം ലാംഗ്വേജ് പോളിസിനെ കുറിച്ചാണ് പറയുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ലാംഗ്വേജ് പോളിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് കാണേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 343 ആണ്. 343 പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ, അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇന്ത്യ ഒട്ടുക്കുമുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദിയാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നാണ് 343 പറയുന്നത്. അത് മാത്രമല്ല, ഇത് പറയുന്നുണ്ട് 15 ഇയേഴ്സ് വരെ, അതായത് നമ്മുടെ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് 26 ജനുവരി 1950 തൊട്ട് 15 വർഷം വരെ നമുക്ക് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. പിന്നെ ഈ ഹിന്ദി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പൊ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ കൂടുതൽ ഇംഗ്ലീഷിനായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് ഒരു ചേഞ്ച് വരണമെങ്കിൽ ആ ഒരു 15 വർഷം കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. സോ 343 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഫസ്റ്റ് പോയിന്റ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ഈസ് ഹിന്ദി. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, നാഷണൽ ലാംഗ്വേജ് അല്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ഈസ് ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്.
ഇനി 15 വർഷം വരെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതായിരുന്നു. അത് മാത്രമല്ല, ഇത് പാർലമെന്റ് ബൈലോ നമുക്ക് ഈ 15 ഇയർ എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. ഇതാണ് ആർട്ടിക്കിൾ 343 പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 344. 344 പറയുന്നത് ഈ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാനൊക്കെ പാർലമെന്ററി കമ്മിറ്റി ഓൺ ലാംഗ്വേജ്, അതായത് പാർലമെന്ററി കമ്മിറ്റി ഓൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം എന്നാണ് 344 പറയുന്നത്. The Article 344 deals with Parliamentary Committee on Language. അതിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അത് എത്ര കാലം കൂടുമ്പോഴാണ് ഫോം ചെയ്യേണ്ടത്, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇത്ര വളരെ ചുരുക്ക രൂപത്തിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി. പാർലമെന്ററി കമ്മിറ്റി ഓൺ ലാംഗ്വേജ് ആണ് 344 പറയുന്നത്. 345 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇൻ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിൽ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളമാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും സ്വന്തം ഒഫീഷ്യൽ ലാംഗ്വേജസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെയാണ് പ്രൊവിഷൻസ് എന്നൊക്കെയാണ് 345 പറയുന്നത്. 346 ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, അതായത് യൂണിയനും സ്റ്റേറ്റുകളും തമ്മിലുള്ള ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇംഗ്ലീഷിനായിരുന്നു പ്രാധാന്യം കൂടുതൽ, അതായത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് എടുത്താൽ ഇംഗ്ലീഷ് ആയിരുന്നു. ഇനി നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ഇനി ഈ സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയനും കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്സിനും യൂണിയനും ഒക്കെ സമ്മതമാണെങ്കിൽ ഹിന്ദി മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് സ്റ്റേറ്റ്സിന് സമ്മതമാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഹിന്ദി ആയിട്ടും യൂസ് ചെയ്യാമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷെ ഹിന്ദി ആയിട്ട് വേണമെങ്കിൽ സ്റ്റേറ്റ്സിന് സമ്മതമാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇനി ലാംഗ്വേജ് ഓഫ് കോർട്ടാണ് 348 പറയുന്നത്. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ഒക്കെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 351 ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ്. അത് പറയുന്നത് സെന്ററിനാണ് ഹിന്ദി എന്ന് പറയുന്നത്. അത്രയും നാള് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ മാത്രം സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഹിന്ദിനെ ഈ ഒരു നേഷൻ മൊത്തം സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു കടമ എന്ന് പറയുന്നത് സെന്ററിനാണ്. അതുകൊണ്ട് സെന്റർ ഷുഡ് പ്രൊമോട്ട് ഹിന്ദി എന്നുള്ള ആ ഒരു പോയിന്റ് ആണ് 351 പറയുന്നത്. അതിനുള്ള ഫണ്ട് കൊടുക്കുക, അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടാക്കലൊക്കെ സെന്റർ ആണ് ചെയ്യേണ്ടത് എന്നാണ്, ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് എന്നുമാണ് 351 പറയുന്നത്. അപ്പൊ നമ്മളോട് ലാംഗ്വേജ് പോളിസി ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അതിൽ ലാംഗ്വേജ് പോളിസി എന്താണെന്ന് എഴുതുക, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. 343, 344, 345 എന്നൊക്കെ സബ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ് 8 അതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ പറ്റുന്നത് ലാംഗ്വേജ് പോളിസി ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയാണ്. പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എന്തായിരുന്നു നമ്മുടെ ലാംഗ്വേജ് പോളിസി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരാൻ പറ്റിയത്. അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ലാംഗ്വേജ് പോളിസി എന്താണ് എന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം, വുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ചൊക്കെ എഴുതാം. അതൊക്കെ അറിയുന്ന ആൾക്കാർക്ക്, ഹിസ്റ്ററി അറിയുന്ന ആൾക്ക് എഴുതാം. അതായത് നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് അതായത് ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇവിടെ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ആ ഒരു പ്രൊമോഷന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് സ്കൂൾസ് മാത്രമാണ് അവരിവിടെ സ്ഥാപിച്ചിരുന്നത്. സോ ആ ഒരു 1850 ആ ഒരു ടൈം വരെ ഇംഗ്ലീഷ് സ്കൂൾസ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ബ്രിട്ടീഷ് പാർലമെന്റ്, നമ്മളെ ഫസ്റ്റ്
വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അണ്ടറിലായി ഇന്ത്യ എന്ന് പറയുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അണ്ടറിലായി. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പറഞ്ഞു ഇങ്ങനെ ഇന്ത്യക്കാർക്കുള്ള എഡ്യൂക്കേഷനും കൂടി നമ്മളുടെ പ്രയോറിറ്റി ആണ്. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഈ ഇന്ത്യൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കമ്മീഷനാണ് ചാൾസ് വുഡ് എന്ന് പറയുന്ന കമ്മീഷൻ. ചെയർമാൻഷിപ്പ് ഓഫ് ചാൾസ് വുഡ്. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ചാൾസ് വുഡ്സ് കമ്മീഷൻ അങ്ങനെ സെറ്റപ്പ് ചെയ്തു. ഈ വുഡ്സ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെർണാക്കുലർ ലാംഗ്വേജിൽ വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുഡ് ബി അലൗഡ്, വെർണാക്കുലർ ലാംഗ്വേജ് കുഡ് ബി അലൗഡ് എന്നാണ് പറയുന്നത്. വെർണാക്കുലർ ലാംഗ്വേജ് വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത്. ഡൽഹൌസി പ്രഭുവിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ലാംഗ്വേജ് പോളിസി നമ്മള് വുഡ്സ് ഡിസ്പാച്ച് ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. പിന്നെ ആ ഒരു വുഡ്സ് ഡിസ്പാച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ മറ്റൊരു കമ്മീഷനെ റിപ്പൺ പ്രഭു നിയമിച്ചു. ഹണ്ടർ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്മീഷനെ അദ്ദേഹം നിയമിച്ചു. ഈ ഹണ്ടർ കമ്മീഷൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെർണാക്കുലർ ലാംഗ്വേജിൽ അല്ലെങ്കിൽ മദർ ടങ്ങിലാവാം. അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, ഈ സ്റ്റുഡൻസിനൊക്കെ മദർ ടങ്ങില് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അങ്ങനെയുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് ഹണ്ടർ കമ്മീഷൻ കൊടുത്തത്. ഈ ഒരു റെക്കമെൻഡേഷൻ ആനുപാതികമായിട്ടാണ് ഇൻഡിപെൻഡൻസ് വരെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്. സോ ഹണ്ടർ കമ്മിറ്റീന്റെ റെക്കമെൻഡേഷൻ ആനുപാതികമായിട്ടാണ് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്നത് വുഡ്സ് കമ്മീഷൻ ആണ്. അത് കഴിഞ്ഞ് ഹണ്ടർ കമ്മീഷൻ റെക്കമെൻഡേഷൻ വന്നു. ഈ രണ്ട് കമ്മീഷനിനനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നടന്നിരുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ലാംഗ്വേജ് പോളിസി. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോളിസി 3 ലാംഗ്വേജ് ഫോർമുലയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, മദർ ടങ്. മദർ ടങ് എന്ന് പറയുമ്പോൾ മലയാളം. ആ ഒരു 3 ലാംഗ്വേജ് ഫോർമുലയാണ്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഹിന്ദി എന്ന് പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അങ്ങനെ ഒരു 3 ലാംഗ്വേജ് ഫോർമുലയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ചാപ്റ്റർ 8 കാര്യമായിട്ട് നോക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമ്മൾ നോക്കിയിട്ട് പോകണം 8th ചാപ്റ്റർ പഠിക്കുമ്പോൾ. നെക്സ്റ്റ് യൂണിറ്റ് ഈസ് യൂണിറ്റ് 9. യൂണിറ്റ് 9 ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ മിഡ് ഡേ മീൽ സ്കീം ഓഫേഴ്സ് ബെനിഫിഷ്യൽ തിങ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത് നേരത്തെ പോലെ തന്നെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണുള്ളത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്തായാലും വേണം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മിഡ് ഡേ മീൽ സ്കീമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് മൊത്തമായിട്ട് മിഡ് ഡേ മീൽ സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് മിഡ് ഡേ മീൽ സ്കീം ഇതാണ് എന്നുള്ളൊരു തരത്തിൽ എഴുതാൻ പറ്റും. അതിൽ ആദ്യമായിട്ട് നമുക്ക് എഴുതാം മിഡ് ഡേ മീൽ സ്കീമിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനിൽ എഴുതാം. ബ്രിട്ടീഷ് ഇറയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതായത് മദ്രാസ് പ്രൊവിഡൻസിൽ ഒരു 1925 മിഡ് ഡേ മീൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നീട് ആദ്യമായിട്ട് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. പിന്നീട് ഇതൊരു നാഷണൽ റെക്കഗ്നിഷൻ കിട്ടുകയും നാഷണൽ സ്കീമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉയർത്തിയപ്പോൾ ഇതിന്റെ പേര് മാറ്റി നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ NPNSPE എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. കോമൺലി ഇത് മിഡ് ഡേ മീൽ സ്കീം എന്നറിയപ്പെടുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതാം. അത് മാത്രമല്ല ഇതിൽ വേണമെങ്കിൽ നമുക്ക് 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക്, 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പിന്നെ ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്നും കൂടി ആ ഇൻട്രൊഡക്ഷനിൽ എഴുതാം. അത് കഴിഞ്ഞ് മറ്റൊരു ഹെഡിങ് കൊടുക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് മിഡ് ഡേ മീൽ സ്കീം.
നമ്മൾ എഴുതിയ അതേ കാര്യം, അതായത് ക്ലാസ് 1 മുതൽ 8 വരെയുള്ള എല്ലാ സ്കൂളിലെ ചിൽഡ്രൻ, അതായത് ഗവൺമെന്റ് ആയാലും ലോക്കൽ ബോഡി ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും എന്ത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും പഠിക്കുന്ന കുട്ടികൾക്ക് ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. അത് മദ്രസയിലും അങ്ങനെയുള്ള കുട്ടികൾക്കടക്കം ഈ മിഡ് ഡേ മീൽ സ്കീം വഴി ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഒന്ന് വിപുലീകരിച്ചിട്ട് ഒബ്ജക്റ്റീവ് എഴുതുക. അതുപോലെ തന്നെ ഇത് പുവർ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഒരു എൻറോൾമെന്റ് റേഷ്യോ കൂട്ടാനും റീറ്റൻഷൻ റേഷ്യോ കൂട്ടാനും ഒക്കെയുള്ള ഒരു പദ്ധതിയാണ്. ഈ രണ്ടാണ് മെയിൻ പോയിന്റ്. ഇതിനെ ഒന്ന് നന്നായിട്ട് ബ്രോഡൻ ചെയ്തിട്ട് എഴുതാൻ നോക്കുക. അടുത്തതാണ് ബെനിഫിറ്റ്സ് ഓഫ് മിഡ് ഡേ മീൽ സ്കീം. ഇതാണ് അതിന്റെ മെയിൻ പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മിഡ് ഡേ മീൽ സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എഴുതാൻ പറ്റുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ അത് ഹങ്കറിനെ അകറ്റും. ഒരു പുവർ സ്ട്രാറ്റയിലുള്ള ഒരാൾക്ക് വളരെയധികം ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു സ്കീമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഹങ്കറിനെ അകറ്റുന്നുണ്ട്. പിന്നെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്, ആ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന, ആ ഒരു പുവർ സ്ട്രാറ്റയിൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന ന്യൂട്രീഷണൽ റിക്വയർമെന്റിനെ അത് പിന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല അത് സോഷ്യലൈസേഷന് സഹായിക്കുന്നുണ്ട്. ഈ റീറ്റൻഷൻ റേഷ്യോ അതുപോലെ തന്നെ എൻറോൾമെന്റ് റേഷ്യോ ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇത് പ്രകാരം ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഹാർമണി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതില് ബെനിഫിഷ്യലിൽ കൂട്ടി എഴുതാൻ നോക്കി. ഇതെല്ലാം ഒന്ന് വിപുലീകരിച്ചിട്ട് ഇത്രയും പോയിന്റ്സിനെ ഒന്ന് വിപുലീകരിച്ച് എഴുതുക എന്നുള്ളതാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കീം, മിഡ് ഡേ മീൽ സ്കീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ചിൽഡ്രന് ഈ ഒരു സ്കീമിന്റെ ആവശ്യകത വളരെയധികം ഉണ്ട്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് ഉള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് കുറച്ചുകൂടെ നല്ലത് എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു കൺക്ലൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പഠിച്ചു വെക്കുക. ഇനി ബോഡി മാറുന്നതിനനുസരിച്ച്, അതായത് ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് ബോഡി മാറ്റി എഴുതുക. അതാണ് ഈ പാഠത്തിൽ ചെയ്യാനുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിഡ് ഡേ മീൽ സ്കീം ഈസ് എ സോഷ്യൽ പ്രോസസ് എക്സ്പ്ലെയിൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, കൺക്ലൂഷനും അത് തന്നെ കൊടുക്കാം. ബോഡിയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? അത് ഒരു സോഷ്യൽ പ്രോസസ് ആണ്. കാരണം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റീന്റെ പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാവുന്നുണ്ട്. പിന്നെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കുക്കായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടുന്ന ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോഴുള്ള ആ ഒരു എംപ്ലോയ്മെന്റ്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഫണ്ട് ഇതുവഴി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ നമ്മുടെ എക്കണോമിക്കൽ ബെനിഫിറ്റ് ടു ദ ലോക്കൽ കമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. നമ്മുടെ പുവർ സ്ട്രാറ്റയിലുള്ള ആൾക്കാർക്കുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ന്യൂട്രീഷണൽ സപ്പോർട്ട് ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടും. പിന്നെ അക്കാദമിക്സിലൊക്കെ ഹൈ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു നാഷണൽ ഇന്റഗ്രേഷൻ സാധ്യമാവുന്നുണ്ട് ഇതുവഴി. മാത്രമല്ല റിലീജിയനിസം, റീജിയണലിസം, കാസ്റ്റിസം പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് എല്ലാരെയും ഒരുപോലെ കാണുന്ന ഒരു പദ്ധതിയാണ് മിഡ് ഡേ മീൽ സ്കീം. അതുകൊണ്ട് തന്നെ ആ ഒരു വൺനെസ് എന്നുള്ള ഒരു ഫീലിംഗ് ഇതിലുണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സോഷ്യൽ പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പോയിന്റ്സ് ആണുള്ളത്, മെയിൻ ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വികസിപ്പിച്ച് എഴുതാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോഷ്യലൈസേഷൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മിഡ് ഡേ മീൽ സ്കീം. അപ്പോൾ ഇതില് ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എഴുതേണ്ടത് സോഷ്യലൈസേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചതുപോലെ സോഷ്യലൈസേഷൻ എന്താണെന്ന് ചെറിയൊരു ഡെഫിനേഷൻ അവിടെ കൊടുക്കാം. നമുക്കറിയാം സോഷ്യലൈസേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഒരു ഇൻഡിവിജ്വലിനെ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. അല്ലെങ്കിൽ ദ ആക്ടിവിറ്റി ഓഫ് മിക്സിങ്
വിത്ത് ദ സൊസൈറ്റി എന്നൊക്കെ എഴുതിയാൽ മതി. അത്രയും ചെറിയൊരു ഡെഫിനിഷൻ മാത്രമേ അവിടെ ഇവര് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ അതേ സ്ഥിരം കാര്യം മിഡ് ഡേ മീൽ സ്കീം എന്താണ് എന്നുള്ളത് എഴുതുക, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് എഴുതുക. ഇത്രയുമാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയ മിഡ് ഡേ മീൽ സ്കീം ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന് എഴുതില്ലേ, അതിന്റെ അതേ ആൻസർ ബോഡി ആയിട്ട് എഴുതുക, നേരത്തെ എഴുതിയ കൺക്ലൂഷൻ എഴുതുക. ഇത്രയേ ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അതൊരു സോഷ്യലൈസേഷൻ പ്രോസസ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ് ആണ് എന്നുള്ളതിൽ ആ പറഞ്ഞ ഒരു 5-6 പോയിന്റ്സ് വിശദീകരിച്ച് എഴുതാൻ നോക്കുക. അതുപോലെ തന്നെ മിഡ് ഡേ മീൽ സ്കീമിന്റെ ബെനിഫിറ്റ്സ് ഒന്ന് നോക്കി വെക്കുക, അതിന്റെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്ന് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു വർഷം ഇതിൽ ചോദ്യമൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. യൂണിറ്റ് 10 നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. യൂണിറ്റ് 10 എന്ന് പറയുന്നത് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു യൂണിറ്റ് ആണ്. അതിൽ കാര്യമായിട്ട് പറയുന്നത് ഗ്ലോബലൈസേഷനെ കുറിച്ചും പ്രൈവറ്റൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ ലിബറലൈസേഷനെ കുറിച്ചും പിന്നെ ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റുമാണ് അതിൽ കാര്യമായിട്ട് പറയുന്ന കൺസെപ്റ്റ്സ്. ഇത്രയും എന്താണ് എന്ന് നോക്കി പോവുകയാണ് ഈ ഒരു യൂണിറ്റിൽ വേണ്ടത്. അതിൽ വന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ ചോദിച്ചാൽ ആദ്യമായിട്ട് ഒരു 2 വരി ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഹിസ്റ്ററി കൊടുക്കാം. അതായത് LPG റീഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ റീഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത് 1991-ലാണ്. ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത് 1991-ലാണ്. ആ ഒരു LPG റീഫോംസ് കാരണം എല്ലാ മേഖലകളിലും വളരെയധികം ചേഞ്ചസ് ഇന്ത്യക്ക് വിറ്റ്നസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ചെറിയൊരു ഇതായിട്ട് അവിടെ എഴുതാം. അത് കഴിഞ്ഞാൽ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പ്രൈവറ്റൈസേഷനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് നമുക്ക് എഴുതണം. അതുകൊണ്ട് തന്നെ പ്രൈവറ്റൈസേഷൻ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട്, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പബ്ലിക്ലി ഓൺഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നമ്മുടെയൊക്കെ ഒരു ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈം പീരീഡിൽ നമ്മൾ വളരെയധികം സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്ന നേഷനാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം കടബാധ്യതകൾ കൊണ്ട് 1991 നമ്മളെ WTO-ലും ട്രേഡ് ഓർഗനൈസേഷനിലൊക്കെ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായി. അവിടെയൊക്കെ ലോണിന് ചോദിച്ചപ്പോൾ അവര് തന്നില്ല. അവര് പറഞ്ഞു ഇങ്ങനെ LPG റീഫോംസ് നടപ്പിലാക്കുകയാണെങ്കിൽ ലോണ് തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ LPG റീഫോംസ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പബ്ലിക് ഓണർഷിപ്പിലുള്ള നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അങ്ങനെ ഒരുപാട് തലത്തിലുള്ള പബ്ലിക് ഓണർഷിപ്പിലുള്ള സാധനങ്ങളെ പ്രൈവറ്റ് ഓണർഷിപ്പിലിട്ട് മാറ്റുന്നതാണ്. ആ ഒരു ഡെഫിനേഷനാണ് എഴുതേണ്ടത്. പബ്ലിക്ലി ഓൺഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ടു പ്രൈവറ്റ് ഓണർഷിപ്പ് കൺവേർഷൻ ആണ് പ്രൈവറ്റൈസേഷൻ. ഇത്രയാണ് അവിടെ എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അതിനു മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ പ്രൈവറ്റൈസേഷൻ എന്താണ് എന്നുള്ളൊരു ചെറിയൊരു പോയിന്റ് വേണമെങ്കിൽ എഴുതാം. അതായത് പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അത്ര ഒരു ചുരുങ്ങിയ രൂപത്തിൽ അതെന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഈ ഗവൺമെന്റിന് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സർവീസ് സെക്ടറാണ്. ഇതിൽ ഒരുപാട് സ്പെൻഡിങ് ഗവൺമെന്റ് നടത്തേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്പെൻഡിങ്ങിൽ പ്രൈവറ്റ് കമ്പനീസിൽ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് പ്രൈവറ്റ് കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ട് ഫണ്ടിങ്ങിൽ. അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ IT, AI പോലുള്ള അങ്ങനെ ഒരു നോളജ് എക്സ്പ്ലോഷന്റെ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റ് പിന്നെ എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണെങ്കിൽ പലപ്പോഴും പല ആൾക്കാർക്കും അതിൽ കൂടുതൽ
സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഗവൺമെന്റ് കൊടുക്കുന്ന എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കിട്ടേണ്ട ആൾക്കാരുണ്ടാവും. അതായത് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ വളർത്തിയെടുക്കണമെങ്കിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ കഴിയുന്നത് എന്നുള്ളത് എഴുതാം. അതായത് ക്വാളിറ്റി കൂടും. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ, പ്രൈവറ്റ് ബാങ്കുകളുടെയൊക്കെ ക്വാളിറ്റി, സർവീസ് ക്വാളിറ്റി, അതുപോലെ തന്നെ അവര് തരുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പ്രൈവറ്റൈസേഷന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ, ഈ സർക്കാർ തന്നെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റ് സ്കൂൾസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളും അതിന്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു പ്രൈവറ്റ് സ്കൂളും ഉണ്ടെങ്കിൽ അത് തമ്മിൽ വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ടാവും, നല്ല കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള. ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ചെയ്യാൻ പ്രൈവറ്റൈസേഷന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് എഴുതാവുന്നതാണ്. അഡ്വാൻറ്റേജസിൽ കുറച്ച് ബ്രോഡായി വികസിപ്പിച്ച് എഴുതാം. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, അതിന് നന്നായിട്ട് വികസിപ്പിച്ച് അങ്ങ് എഴുതിയേക്കുക. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് എഡ്യൂക്കേഷനിലുള്ള പൈസ, അതായത് നമ്മൾ ഇത്ര എഡ്യൂക്കേഷന് ചെലവാക്കുന്ന പൈസ സാധാരണഗതിയിൽ കുറയാണ് വേണ്ടത് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ, പക്ഷെ ഒരുപാട് കൂടിയിട്ടുണ്ട്. പ്രൈവറ്റൈസേഷൻ കാരണമാണ് എഡ്യൂക്കേഷൻ ഇത്രയധികം എക്സ്പെൻസീവ് ആയിട്ട് മാറിയതെന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ ഡെമോക്രാറ്റിക് ആസ്പിരേഷൻ എന്ന് പറയില്ല നമ്മൾ, അതായത് എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഒരു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ ഊന്നിയ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് സാധ്യമല്ലാണ്ടായി. അതായത് പൈസ ഉള്ളവർക്ക് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തി. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത്രനാളും നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് മൈൻഡഡ് സംഭവമായിരുന്നു. ഇപ്പൊ അതൊരു എക്കണോമിക്കൽ സംഭവം മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പറയും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇതിൽ എഴുതി ചേർക്കാം. അതിൽ കൺക്ലൂഷൻസിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം, LPG റിഫോംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏത് റിഫോം ആയാലും പ്രൈവറ്റൈസേഷൻ ആയാലും ഇന്ത്യയിൽ ഗുണങ്ങളും ദോഷങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങളെ അതായത് നമ്മളെ ഗുണഫലങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ള തരത്തിൽ കൺക്ലൂഡ് ചെയ്യാം. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിനുള്ള പോയിന്റ്സ്, നമുക്ക് അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് ലിബറലൈസേഷൻ, ഈ 3 കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് പോയിന്റ്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ, വൈ ഇറ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി. ഇതാണ് സെക്കൻഡ് ഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷനിൽ പ്രൈവറ്റൈസേഷൻ പറഞ്ഞു. ഗ്ലോബലൈസേഷനിൽ ലിബറലൈസേഷൻ എന്താണെന്ന് പറയാം, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അത് നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുത്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടാണ്, അതായത് ഒരു 4 പാർട്ടുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ലാസ്റ്റ് പാർട്ടാണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേര് പറയുന്ന പോലെ തന്നെയാണ്, ജീവിതം ഉടനീളം പഠിക്കുക എന്നുള്ളതാണ്. ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ എടുക്കുന്ന തീരുമാനമാണ്, നമുക്ക് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അത് വളണ്ടറി ആണ്. പിന്നെ നമ്മളെ മോട്ടിവേഷൻ അനുസരിച്ചാണ് നമ്മൾ പഠനം മുന്നോട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് സെൽഫ് മോട്ടിവേറ്റഡ്. അങ്ങനെയുള്ള ഒരു പഠന രീതിയെ എപ്പോഴും ലൈഫിലുടനീളം ഓൺഗോയിങ് ആയിട്ടുള്ള വോളണ്ടറി ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നോളജ് അറ്റൈൻ ചെയ്യുന്നത് നമ്മൾക്ക് വേണമെങ്കിൽ പ്രൊഫഷണലി കുറച്ച് ഉന്നമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള നോളജ് അറ്റൈൻ ചെയ്യാവുന്നതാണ്. ആ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനെയാണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പലപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ചുരുങ്ങി പോകുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റില് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്
ഫോർമൽ എഡ്യൂക്കേഷനിൽ നിന്നും മാറി ഏത് എടുത്തുനിന്നും നമുക്ക് സ്വായത്തമാക്കാന്നുള്ള ഒരു തരത്തിലുള്ള ഒരു നോളജ് ഏത് സ്ഥലത്തു നിന്നും ഫോർമൽ തന്നെ വേണ്ട ഇൻഫോർമൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും നോളജ് സ്വായത്തമാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ. അതിൽ പറയുന്നത് നമ്മൾ ജനിച്ച് വീഴുന്നത് മുതൽ മരിക്കുന്നത് വരെ ത്രൂ ഔട്ട് ദ ലൈഫ് വി ആർ ലേണിംഗ്. ആ ഒരു കൺസെപ്റ്റ് ആണ് ലൈഫ് ലോങ് ലേണിംഗ്. അപ്പൊ അത്രയാണ് അതിൽ കാര്യമായിട്ട് ലൈഫ് ലോങ് ലേണിംഗ് എന്താണ്, വാട്ട് ഈസ് ലൈഫ് ലോങ് ലേണിംഗിൽ നമ്മൾ എഴുതേണ്ടത്. ജനനം മുതൽ മരണം വരെ പഠിക്കുന്നുണ്ട്. അതായത് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ജനനം മുതൽ മരണം വരെ ഉണ്ട്. അത് തന്നെയാണ് ലൈഫ് ലോങ് ലേണിംഗ്. അതിന്റെ ലേണിംഗിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ലൈഫ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഓൺഗോയിങ് ആണ്. വോളണ്ടറി ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നോളജ് അറ്റൈനിങ് പ്രോസസ്സാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് ഈ നോളജ് അറ്റൈൻമെന്റ് നമുക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണമെങ്കിലും അതുപോലെ പ്രൊഫഷണൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഫോർമൽ സ്കൂൾ സെറ്റപ്പിൽ തന്നെ വേണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ലൈഫ് ലോങ് ലേണിംഗിന്റെ നീഡ് എന്ന് സെക്കൻഡ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഹെഡിങ്ങിൽ നമ്മൾ ഹെഡിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ലൈഫ് ലോങ് ലേണിംഗ് എന്താണ് അല്ലെങ്കിൽ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന് നമ്മൾ എഴുതി. അത് കഴിഞ്ഞാൽ നീഡ്സ് ഓഫ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫോർമൽ ക്ലാസ് റൂമിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും എല്ലാം പഠിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഈ ലൈഫ് ലോങ് ലേണിംഗിൽ ഉണ്ടാകുന്നില്ല. അതൊരു ഇൻഫോർമൽ സെറ്റപ്പിലുള്ള ഒരു ലേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യം പഠിക്കാനുള്ള ഒരു സെറ്റപ്പ്, അതാണ് ലൈഫ് ലോങ് ലേണിംഗിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. സോ ചിൽഡ്രൻ ടീച്ചസ് ദ ചിൽഡ്രൻ ടു ലവ് ലേണിംഗ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അഡൽട്ട് എഡ്യൂക്കേഷൻ ആണ്. നമുക്കിപ്പോൾ അറിയാം ഒരു +2 കൂടിപ്പോയ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ ഒരു 4-5 കൊല്ലം നമ്മൾ ജോലി കിട്ടുമെന്നൊക്കെ നോക്കും. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ അവിടെ സ്റ്റോപ്പായി. അങ്ങനെയല്ല, ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കണം, അഥവാ നോളജ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ലൈഫ് ലോങ് ലേണിംഗ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അഡൽട്ടിനെയും എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതും ഒരു ക്രെഡിറ്റിന് വേണ്ടിയാണ്. നമുക്കൊരു കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജയിക്കാൻ വേണ്ടി എന്നുള്ളതല്ല, അത് പഠിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഒരു കോഴ്സ് എടുക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്കൊരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഒരു നീഡാണ് തേർഡ്. ഫോർത്ത് നീഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ്, പ്രാക്ടിക്കൽ സ്കിൽസ്, ക്രിയേറ്റീവ് സ്കിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി പറ്റുന്നുള്ളതാണ്. അതായത് നമുക്ക് നോൺ ക്രെഡിറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് വഴി നമ്മുടെ സ്കില്ല് ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് പ്രൊഫഷണൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ക്രെഡിറ്റ് ഉള്ള കോഴ്സസും ഇതിന്റെ കൂടെ തന്നെ പഠിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഒരുപാട് മേഖലയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത്രയാണ് അതിന്റെ നീഡ്സിൽ കാര്യമായിട്ട് അത്രയാണ് എഴുതാനുള്ളത്. അത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നും കൂടി നമ്മൾ എഴുതണം. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഗേൾസിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു +2, ഇപ്പൊ കേരളത്തിൽ നോക്കിയാൽ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ അവിടെ അങ്ങ് നിന്നു പോകും. കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് വളരെ കുറവാണ്. ആ ഒരു ഇടയ്ക്ക് കല്യാണത്തിന്റെ ഇടയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ആ ഒരു സിസ്റ്റം മാറ്റി പെൺകുട്ടികളുടെ ആ ഒരു സ്റ്റാഗ്നേഷൻ മാറ്റി അവരെ എഡ്യൂക്കേഷനിൽ വീണ്ടും നിലനിർത്താൻ ഈ ഒരു ലൈഫ് ലോങ് ലേണിംഗ് കൺസെപ്റ്റിന് സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡൽട്ട് എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ സെൽഫ് ലേണിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അതായത് നമുക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. പലപ്പോഴും ലേണിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെ കുറച്ച് സ്കിൽസിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയ്മെന്റ്, പ്രൊഫഷണൽ
അപ്ലിപ്മെന്റിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതായത് എംപ്ലോയബിലിറ്റി സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കറിയാം, മെമ്മറി ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മെമ്മറി ഒക്കെ ലോസ് ആവുന്നുണ്ട്. അതൊക്കെ കുറക്കാൻ പഠനത്തിന് കഴിയുന്ന ഒരുപാട് റിസർച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ലൈഫ് ലോങ് ലേണിങ്ങിന് ഉണ്ട്. അപ്പൊ ഇത്രയാണ് ലൈഫ് ലോങ് ലേണിങ്ങിനെ കുറിച്ച് എഴുതാനുള്ളത്. ഈ ഒരു ചോദ്യത്തിൽ എന്താണ് ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളത് എഴുതാം. ഇതിൽ നമ്മൾ പറഞ്ഞത് വോളണ്ടറി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് ലൈഫിലുടനീളം ജനനം തൊട്ട് മരണം വരെ ടിൽ ഡെത്ത് വരെ ഉള്ള ഒരു പ്രോസസ്സാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ അത് സെൽഫ് മോട്ടിവേറ്റഡ് ഫോം ഓഫ് ലേണിംഗ് ആണ്. പിന്നെ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് മാറി ഇൻഫോർമൽ ആയിട്ട് നോൺ ക്രെഡിറ്റ് ആയിട്ടൊക്കെ നമുക്ക് കോഴ്സസ് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്രയും നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ എഴുതാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ലൈഫ് ലോങ് ലേണിങ്ങിന്റെ ഒരു ഹിസ്റ്ററി അറിയാമെങ്കിൽ അതും കൂടെ അതിൽ ഉൾപ്പെടുത്താന്നുള്ളതാണ്. അതായത് ഈ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഒരു 1970s ആ ഒരു റേഞ്ചിലാണ്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പല രാജ്യങ്ങളും അത് യൂസ് ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും അത് പ്രാവർത്തികമാക്കാൻ നോക്കിയതും നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ 11th 5-year പ്ലാനിലുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലീപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം, LEAP, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മുടെ 9th 5-year പ്ലാനിന്റെ ആ ഒരു ടൈമിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് അറിയെങ്കിൽ മാത്രം എഴുതാന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ നീഡ്സ് ഓഫ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്. അതിൽ പറഞ്ഞു അഡൽട്ട് എഡ്യൂക്കേഷനെ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഫോർമൽ അല്ലാത്ത ഇൻഫോർമൽ നോൺ ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഉള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ, ഒരു സ്റ്റാഗ്നേഷൻ ഇല്ലാണ്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് വ്യൂ, അതായത് ഡിമാൻഡ് സപ്ലൈ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എനിക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അത് പല പ്ലാറ്റ്ഫോമിലൂടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആവാം, അല്ലെങ്കിൽ ലൈബ്രറി സിസ്റ്റത്തിലൂടെ ആവാം. എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് എനിക്ക് സപ്ലൈ കിട്ടുക എന്നുള്ളതാണ്. അതിന് നിശ്ചിത ടൈം പീരീഡ് ഒന്നും ഉണ്ടാവില്ല. ഒരു 4 മാസം കൊണ്ട് ഞാൻ ഇത്ര പഠിച്ചിരിക്കണം, അങ്ങനെ ഒരു ടൈം പീരീഡ് ഒന്നും ഇല്ല അതിൻ്റെ. പിന്നെ അതൊരു ലേണർ ഫോക്കസ്ഡ് ആണ്. ഞാൻ പഠിക്കുന്ന അതേ സ്പീഡിൽ മറ്റൊരാൾ പഠിക്കണം എന്നില്ല, ഞാൻ പഠിക്കുന്ന അതേ കാര്യം മറ്റൊരാൾ പഠിക്കണം എന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, മൾട്ടിപ്പിൾ ഗോൾ ഉണ്ടാവാം. അതായത് ലേണറിന് ഒന്നിക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ അപ്ലിപ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഒക്കെ അങ്ങനെ പലതരം ഗോൾസിന് വേണ്ടിയിട്ട് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയാണ് നമ്മളെ നീഡ് ഫോർ ലൈഫ് ലോങ് എഡ്യൂക്കേഷനിൽ എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, എന്താണ് അത്, ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്തുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതിൽ മെയിൻ പോയിന്റ് സ്റ്റാഗ്നേഷൻ കുറക്കുന്നുള്ളതും അഡൽട്ട് എഡ്യൂക്കേഷനും ഹെൽത്ത് ബെനിഫിറ്റ്സും ആണ്. ഈ 3 പോയിന്റ് എഴുതാൻ മറന്നുകൊണ്ട് അത്രയാണ് ഇതിൽ കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് എഡ്യൂക്കേഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ത്രൂ ഔട്ട് ലേണിംഗ്, ലവിങ് ആയിട്ടുള്ള ത്രൂ ഔട്ട് ലേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ പോലുള്ള ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് എന്ന് കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ലൈഫ് ലോങ് ലേണിംഗ്, എക്സ്പ്ലെയിൻ ഇറ്റ് നീഡ്സ്, സിഗ്നിഫിക്കൻസ് ആൻഡ് ദ പർപ്പസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ എഴുതാം എന്താണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. നീഡ്സും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നീഡ്സ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ആ കാര്യങ്ങൾ എഴുതാം. സിഗ്നിഫിക്കൻസ് ആൻഡ് പർപ്പസസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് ചോദിച്ചിട്ട്.
സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ചെയ്താൽ, അതായത് നീഡ്സിനെ തന്നെ ഒന്ന് നമുക്ക് റീഫ്രെയിം ചെയ്തെടുത്താൽ മതി. നമ്മൾ പറഞ്ഞല്ലോ ഡിമാൻഡ് സപ്ലൈ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ലേണർ ഫോക്കസ്ഡ് ആണ്, പിന്നെ സെൽഫ് മോട്ടിവേഷൻ, വോളണ്ടറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ആൾക്ക് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവാം ഇത് അറ്റൈൻ ചെയ്യുന്നതിന്. അതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ് ആൻഡ് പർപ്പസിൽ എഴുതേണ്ടത്. അപ്പൊ ഇത്രയാണ് ലൈഫ് ലോങ് ലേണിംഗിൽ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അത് തന്നെയാണ് എഴുതേണ്ടത്. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് തന്നെ റീഫ്രെയിം ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൺക്ലൂഷനിലാണെങ്കിൽ ഇതൊരു പിന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമുക്ക് പിന്നെ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെയുള്ള, അതായത് അത്രയധികം പോപ്പുലേഷൻ ഉള്ള ഡൈവേഴ്സ് കൾച്ചർ ഉള്ള ഒരു കൺട്രിയിൽ, ഇന്ത്യ പോലുള്ള കൺട്രിയിൽ വളരെ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ പ്രൈവറ്റൈസേഷൻ നമ്മൾ കണ്ടതാണ്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ കണ്ടു. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷന് ലൂസൺ ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ലൂസണിങ് ദ റെസ്ട്രിക്ഷൻ ഓൺ സംതിങ്, ഇത്രയും ലിബറലൈസേഷന്റെ മീനിങ് ഉള്ളൂ. ഇപ്പോൾ ലിബറലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ള ആ ഒരു പിന്നെ റെസ്ട്രിക്ഷൻസിനെ ലൂസൺ ചെയ്യുക, ആ ഒരു ലോയെ ലൂസൺ ചെയ്യാനുള്ള ഒരു മീനിങ് ആണ് ലിബറലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന് വരുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനെ ലിബറലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും എന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞു ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോ ഒക്കെ ലൂസൺ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇത്രയും നാളുണ്ടായിരുന്നത് ഗവൺമെന്റിന് മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തരത്തിലുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി പ്രൈവറ്റും കൂടെ ആ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മുടെ അതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് അവർക്കുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ വളരെയധികം മിനിമൈസ് ചെയ്തു. അപ്പൊ തന്നെ ഒരുപാട് പിന്നെ സ്കൂൾസ് സെറ്റപ്പ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിച്ചു. അതായത് ഇന്ത്യൻ ഡയസ്പോറ, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ, പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന അവര് ഇവിടെ വന്നിട്ട് ഒരുപാട് സ്കൂൾസ് തുറന്നു. അപ്പൊ തന്നെ നമ്മുടെ സ്കൂൾസ് തുറന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഈ അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റി. എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി നമ്മൾ പ്രൈവറ്റൈസേഷനിലും പറഞ്ഞതാണ്, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. അതുപോലെ തന്നെ ഗവൺമെന്റ് റൺ അല്ലാത്ത പ്രൈവറ്റ് റൺ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെയും തുറക്കുന്നത്. അപ്പൊ അത് തുറക്കുമ്പം എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ പ്രത്യേകത തന്നെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ്ഡ് സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനുള്ള ആ ഒരു എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യുന്ന, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മണിയുടെ എമൗണ്ട് വളരെയധികം കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള, ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെയൊക്കെ സപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വീടിന്റെ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ളൊരു ഓപ്ഷൻ, അതായത് ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്തു. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറേ ആൾക്കാർ പുറത്ത് പോയിട്ട് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്നതെന്നൊക്കെ. അതായത് 10ാം ക്ലാസ് വരെയും +2 വരെയൊക്കെ ഇവിടെ പഠിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് പോയിട്ട് പിന്നെ ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ കുറക്കാൻ ഈ ഒരു ലിബറലൈസേഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ലിബറലൈസ് ചെയ്തപ്പോൾ ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളതാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ലിബറലൈസ് ചെയ്താൽ അത് അൺറെഗുലേറ്റഡ് ആയിട്ടാണ് ലിബറലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്ടീസ് ഒക്കെ പാർട്ട്ണർഷിപ്പിൽ ലോ ക്വാളിറ്റി കോളേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം കേട്ടിട്ടുണ്ടാവും സ്വാശ്രയ കോളേജുകളിലൊക്കെ ഭയങ്കര ഫീസൊക്കെ മേടിച്ചിട്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ
പാർട്ട്ണർഷിപ്പിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇതാണ് ഇതിന്റെ മെയിൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുമൂലം തന്നെ നമുക്കറിയാം ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ഫാൾസ് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന ആൾക്കാര്, പാർഷ്യൽ മാർക്കിങ്സ് കിട്ടുന്ന ആൾക്കാര് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ ഇവിടെ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. അൺറെഗുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പാർട്ട്ണർഷിപ്സ് ഫോം ചെയ്ത് ആൾക്കാർ ഇങ്ങനെയുള്ള ഫാൾസ് ഡിഗ്രീസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പലതിനും അത്രയധികം ഒരു വൻ ശക്തിയോട് കിടപിടിക്കാനുള്ള ഒരു ക്യാപിറ്റൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അത്രയും ക്യാപിറ്റൽ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പലപ്പോഴും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അതൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്ഥാപനമല്ല എന്നുള്ള നിലയിൽ അവർക്ക് ആ ഒരു ഇത്രയൊരു ഫീൽഡില് പിടിച്ചു നിൽക്കാനാവാത്തൊരു അവസ്ഥ ഉണ്ടായി. അങ്ങനെയുള്ളൊരു പിന്നെ കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടല്ലോ, കോമ്പറ്റീഷൻ കാരണം തന്നെ ഇങ്ങനെയുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ഡയസ്പോറയാണ് ഇതില് പൊതുവെ ഇവിടെ വന്ന് സ്ഥാപനങ്ങളൊക്കെ തുറക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് തുറക്കുന്നവർക്ക് കിട്ടുന്നത് വേൾഡ് റെക്കഗ്നൈസേഷൻ ഒക്കെ കൊണ്ടാണ് ആൾക്കാർ വരുന്നുണ്ടാവും. പക്ഷെ ഇവിടെയുള്ളത് നാഷണൽ റെക്കഗ്നൈസേഷൻ ആണ്. അപ്പൊ അവർക്കൊരു മുൻകൈ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ കുറച്ചു എന്നൊക്കെയുള്ള. അപ്പൊ നമ്മൾ ഈ വേൾഡ് റെക്കഗ്നൈസ്ഡ് ഡിഗ്രീസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുകയും ചെയ്തു. അതായത് ബ്രെയിൻ ഡ്രെയിൻ ശരിക്കും കൂടുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, പിന്നെ നമ്മളെ റെക്കഗ്നേഷൻ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഉള്ള ആ ഒരു സർവൈവല്, അവരുടെ ഒരു സർവൈവൽ കുറയുകയും ചെയ്തു. ഇതാണ് ലിബറലൈസേഷനില് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് എഴുതിയാൽ മതി, ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഒന്ന് എഴുതിയാൽ മതി. അടുത്ത ഒരു ലാസ്റ്റ് പോയിന്റ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റൈസേഷനും കണ്ടു, ലിബറലൈസേഷനും കണ്ടു. അതുപോലെ ഒരു പോയിന്റ് തന്നെയാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഈ ലോകമേ തറവാട് എന്നുള്ളൊരു കൺസെപ്റ്റ് കേട്ടിട്ടില്ല, അത് തന്നെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഹോൾ വേൾഡ് ഇൻ വൺ അംബ്രല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതായത് ഫ്രീ ഫ്ലോ ഓഫ് പീപ്പിൾ, അതുപോലെ ഇൻഫർമേഷൻ, സർവീസ്, ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണെന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുത്ത് എഴുതാൻ പറ്റുന്നതാണ്. പോസിറ്റീവില് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ളൊരു തരത്തില് എംപ്ലോയ്മെന്റ് കൂടി, അതുപോലെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് പാസ് ചെയ്യുന്നുണ്ട്, സർവീസ് പാസ് ചെയ്യുന്നുണ്ട്, പീപ്പിൾ പാസ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലായിടത്തും ഒരു വാലിഡ് ആയിട്ടുള്ള നോളജ് കൂടി എന്നുള്ള ഒരു തരത്തിൽ നമുക്ക് എഴുതാം. എല്ലാ തരത്തിലുള്ള നോളജും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു വിനിമയം കൂടി. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിക്കുള്ള IT-ലൊക്കെയുള്ള നോളജ് നിങ്ങൾക്കറിയാം. അതൊക്കെ നമ്മുടെ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് നമുക്ക് ലഭിച്ചൊരു ഗുണമാണ് ഇങ്ങനെയുള്ള നോളജുകള്. അതുകൂടി, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി. അങ്ങനെ പിന്നെ അമേരിക്കയിലുള്ള കാര്യങ്ങള്, ഇവിടെയുള്ള കാര്യങ്ങള്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി. പലതരം കോഴ്സസിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും പറ്റി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോസിറ്റീവ്സിൽ എഴുതാൻ പറ്റേണ്ടത്. അതായത് നമ്മുടെ ആ ഒരു പിന്നെ ട്രാവലിന്റെ ടൈമൊക്കെ കുറച്ചു. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു എന്താ പറയാ, റീജിയണൽ ഇൻഫർമേഷൻ എന്നുള്ള ഇതിൽ നിന്ന് മാറി ഒരു ഗ്ലോബൽ ഇൻഫർമേഷൻ എന്നുള്ള ഒരു തരത്തിലേക്ക് വളരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതാണ് പോസിറ്റീവ് ഇമ്പാക്റ്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് അറിവുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങള് നമുക്ക് അതിനെക്കുറിച്ച് പേറ്റന്റിനെ കുറിച്ചൊന്നും അറിവില്ലാത്തത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളും അങ്ങനെയുള്ള നമ്മുടെ ട്രൈബ്സിന്റെ അടുത്ത് വന്ന് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ചോർത്തി കൊണ്ടുപോയിട്ട് പേറ്റന്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഡ്രെയിനും ആണെങ്കിൽ ഇവിടെ പറയാം, ഇന്ത്യയിലെ ആൾക്കാര് ഇവിടുന്ന് പഠിച്ചിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്, നമ്മുടെ നേഷൻ കൂടുതൽ വളരുന്നത്. പക്ഷെ ഇന്ത്യൻ ആൾക്കാർ ചെയ്യുന്നത് ഇവിടെ നിന്ന് പഠിക്കുക,
ജോലി ചെയ്യുന്നത് അവിടെ പോയിട്ടാണ്, അമേരിക്കയിലോ ചൈനയിലോ ഒക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ ആ ഒരു പിന്നെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് കണ്ടുപിടിച്ച് എഴുതുക. ഇത്രയാണ് യൂണിറ്റ് 10ൽ പറയാനുള്ളത്. അപ്പൊ ഈ യൂണിറ്റ് 10ൽ കാര്യമായിട്ട് നോക്കേണ്ടത് എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ലിബറലൈസേഷൻ, ഈ 3 പോയിന്റേ നോക്കണ്ടു. ബാക്കിയൊക്കെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കൺസെപ്റ്റാണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്താണ്. ഇത്രയാണ് യൂണിറ്റ് 10ലുള്ളത്. അങ്ങനെ നമ്മൾ ഈ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലെ മൊത്തം ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതുവരെ പരീക്ഷയ്ക്ക് വന്ന് കണ്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഒരു 7 or 8 ചാപ്റ്റർ എടുത്ത് പഠിക്കുക. എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു 8 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. ബാക്കി 1 or 2 ചാപ്റ്റർ അല്ലേ ബാക്കി ഉണ്ടാവും, ഒരു 2 ചാപ്റ്ററോളം ബാക്കി ഉണ്ടാവും. ഇതിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ വെറുതെ ഒന്ന് ഒരു ഓവറോൾ വ്യൂ ഉണ്ടാക്കിയിട്ട് പോവുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു 8 ചാപ്റ്റേഴ്സ് പഠിച്ചു വെച്ചാൽ മതി. 7 മതി. ചിലപ്പോൾ കഴിഞ്ഞ ഇത് പോലെ പല ക്വസ്റ്റ്യൻസ് പല ചാപ്റ്ററൊന്നും വന്നിട്ടില്ലെങ്കിലോ എന്നുള്ള തരത്തിലാണ്. 7 or 8 ചാപ്റ്റേഴ്സ് പഠിക്കുക. ബാക്കി ചാപ്റ്ററിന്റെ ഇവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോയാൽ മതി. ഇത്രയും ചെയ്യാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.